സത്യത്തില് അദ്ദേഹത്തിന്റെ ജീവിതത്തില് ആ വന്ന വഴി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല എന്ന് എല്ലാ മേഖലയും പറയാറുണ്ട് അല്ലെ. ബിസിനസ്സിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് യാതനകള്, ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് സ്വന്തം ഫാമിലിയെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പ്രൊട്ടക്ട് ചെയ്ത സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ഫാമിലി അല്ല, അയൽവാസികൾ, ബന്ധുക്കൾ, സമൂഹത്തിൽ ഒരുപാട് നിലയിൽ സാമൂഹ്യ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ കൂടെ ഇവിടെയുണ്ട്. പന്നൂരിലും താമരശ്ശേരി ആയിട്ടുള്ള അവരെയും കൂടെ നമ്മളെ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള ആ സ്നേഹത്തോടെ ഇവിടെ ആര് ക്ഷണിച്ചിട്ടുണ്ട്? നമ്മളൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഇന്നത്തെ ഈ ഇവിടുത്തെ ലീഡർ ഉമർ സാർ ക്ഷണിച്ചിട്ടുണ്ട്. അവര് മുമ്പിലിരിക്കുന്ന എല്ലാവരും ഒന്നെന്ത് ചെയ്യാ, ശക്തമായി കേൾക്കുക. അതൊന്ന് യൂസഫ് ഹാജി സാർ മഹൽ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ പാട്ടത്തിൽ അബൂബക്കർ ഹാജി സാർ സെക്രട്ടറി ആണ്. ബാവക്ക വയൽകുന്ന്, അതായത് അദ്ദേഹത്തിന്റെ നിലവില് മദ്രസ നടത്തിയ അവിടെയുള്ള മഹല് സെക്രട്ടറിയാണ്. ഈ 3 പേരുടെയും സാന്നിധ്യം കൊണ്ട് ഇന്ന് എന്തിട്ടുണ്ട്, നമ്മുടെ സന്തോഷത്തിന്റെ പാരമ്പര്യത്തിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ശരിയല്ലേ? ഞാൻ അതാണ് പറഞ്ഞത്, വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ല. സത്യത്തിൽ ഈ ഒരു അച്ചീവ്മെന്റ്സ് നേടുമ്പോ ഉമർ സാറിന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്നേഹമുണ്ട് അല്ലെ, അവരോടുള്ള ഒരു കടപ്പാടുണ്ട്. പല ബുദ്ധിമുട്ട് വന്നപ്പോഴും ഉമർ സാറിന്റെ ഫാമിലിയെയും ചേർത്ത് പിടിച്ച ആളുകളാണ് അവര്. അപ്പൊ നമ്മൾക്ക് ഉമർ സാറിന് അദ്ദേഹത്തിന്റെ ലീഡേഴ്സിനോടും അവരുടെ അസോസിയേറ്റിനോടുള്ള അതുപോലെ കടപ്പാടും സ്നേഹവും ഒക്കെ ആരോടുണ്ട്? ഈ വ്യക്തികളോടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ശക്തമായ ഒരു സന്തോഷ സ്നേഹം ഇവരോടൊന്ന് അറിയിച്ചാലോ? ഒന്ന് ശക്തമായി കഴിയടേ. എന്നാൽ ആദ്യമായിട്ട് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി യൂസഫ് ഹാജി മഹല്ല് പ്രസിഡന്റ് പന്നൂരിന്റെ യൂസഫ് ഹാജി സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, നിറഞ്ഞ കയ്യോടെ നിറഞ്ഞ കയ്യോടെ അത്ര വാല്യൂ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അദ്ദേഹത്തെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ വന്നപ്പോഴാണ് എന്താ സംഭവം നമുക്കറിയില്ല. ഉമ്മർ സാഹിബിന് എങ്ങനെ ഒരു അംഗീകാരം കൊടുക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം മാത്രമേ അറിയുള്ളൂ. എന്താണ് വിഷയം എന്ന് പോലും നമുക്ക് അറിയില്ല. ഈ CTC എന്നുള്ളത് മൂപ്പര സ്റ്റാറ്റസിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, ഒരു വലിയ അംഗീകാരമാണെന്ന് അറിയാം. അപ്പോൾ അത് ഞങ്ങളെ ശരിക്കും ഇത് നാട്ടിലുള്ള മഹല്ലിൽ വെച്ച് കൊടുക്കേണ്ട ഒരു സ്വീകരണമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഇരിക്കുന്ന ഹാളിലുള്ള ആളുകൾ മാത്രമേ ഈ വിവരം അറിയുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ 1000 വീടുള്ള വലിയൊരു മഹല്ല. അപ്പോൾ ആ മഹല്ലിലുള്ള ആളുകൾക്കാർക്കും ഇതിൻ്റെ പിന്നെ ഈ ബിസിനസ്സിൻ്റെ നേട്ടവും ഇതിൻ്റെ മറ്റുള്ള കസ്റ്റമേഴ്സ് ആവാൻ ചെയ്യാനുള്ള കുറേ ആൾക്കാർ കൂട്ടത്തിൽ തന്നെ ആ നാട്ടിലുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായാലും ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ളൊക്കെ ഒരു സംഭവം മനസ്സിലാവുന്നത്. ഈ അംഗീകാരത്തിൻ്റെ ഒരു ബാഹുല്യം എന്താണെന്ന് നമുക്കത് അറിയില്ല. എന്നാലും വളരെ സാധു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പിതാവ് അടക്കമുള്ള ആളുകളെ കണ്ട ആളുകളാണ് ഞങ്ങൾ ഇരിക്കുന്നവരൊക്കെ. അപ്പോൾ അത്രയും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന് ഇതുപോലെ മദ്രസ അധ്യാപന രംഗത്തും അതുപോലെ മതപരമായ മറ്റ് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന വിഷയത്തിലുമൊക്കെ സജീവ സാന്നിധ്യമായ ഒരാൾ പെട്ടെന്ന് അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു മേഖലയിൽ വളരെ ഒരു അപൂർവം വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ കഴിയുള്ളൂ. അയാളുടെ കഴിവുകൾ അത് പിന്നെ പരമാവധി അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു മേഖലയിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഈ ഒരു പരിപാടി പറ്റുമെങ്കിൽ ഞങ്ങൾ ആ പരിസരത്താണെങ്കിലുള്ള അദ്ദേഹത്തെ അറിയുന്ന ഒരു നാട്ടിലായ, അല്ലാണ്ട് മലപ്പുറത്ത് കോട്ടക്കുന്നുകൾ വന്നിട്ട് ഇവിടെ 4 ആൾ നിങ്ങൾ മാത്രം കേട്ടിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളെ കൊടുവള്ളി മണ്ഡലത്തിലെങ്കിലും ആവുന്നൊരു കോലത്തിൽ ഒരു പരിപാടി വെച്ചിട്ട് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയും നിങ്ങളെ കച്ചവടത്തിന് നേട്ടം ഉണ്ടാവുക എന്തായാലും. അപ്പോൾ ആ നിലക്കുള്ള ഒരു പരിപാടി നിങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നാണ് പറയുന്നത്. മഹല്ലിൽ ഇപ്പം എന്തായാലും ഞങ്ങൾക്കൊരു സ്വീകരണമൊന്നും കൊടുത്തോളാം. പല ആൾക്കാരും പല മേഖലയിലും ഉണ്ടാവും. ഓരൊക്കെ സ്വീകരണം കൊടുക്കാതെ എന്നാൽ ഇത് ഒന്ന് ചെയ്താൽ പിന്നെ പലതും ചെയ്യണമല്ലോ. പക്ഷെ അതിനൊക്കെ മുകളിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വളരെ ഉന്നതിയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഏതായാലും ഞങ്ങൾ വളരെ ദൂരത്തുനിന്ന് ഒരു കല്യാണത്തിൽ പങ്കെടുത്ത് 2 ആളും 11:30 മണിക്ക് ആ കല്യാണം കഴിഞ്ഞ് പോകുന്നതാണ്. അദ്ദേഹം ആയതുകൊണ്ടും അദ്ദേഹത്തിനുള്ള ബന്ധം കൊണ്ടും ആണ് ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളത്. ഏതായാലും വളരെ വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ നേട്ടങ്ങളും ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും.
താങ്ക് യു സർ. എന്തായാലും ഉമർ സാറ് ഏറ്റെടുത്ത വഴി ശരിയായിരുന്നെന്ന് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടിയ ആളുകൾ പുറകെ സംഭവമാണ്. പക്ഷേ സ്വന്തം നാട്ടിലെ ആളുകൾ പറയുന്നത് ഇത്രയും വലിയൊരു സംഭവം സ്വന്തം നമ്മുടെ നാട്ടിൽ വന്ന ആളുകളെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് അതിന് തയ്യാറാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് അടുത്ത ആദരണീയമായിട്ടുള്ള പാട്ടത്തിൽ അബൂബക്കർ ഹാജി സെക്രട്ടറിയാണ്, മഹല്ല് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് നമുക്കിന്ന് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഉമർ മുസ്ലിയാർ ഒരു 4 ദിവസം മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ ചെയ്യുന്ന ജോലിയായിട്ട് ബന്ധപ്പെട്ടൊരു എന്നെ ഒന്ന് ആദരിക്കുന്നൊരു ചടങ്ങുണ്ട് മലപ്പുറത്ത് കോട്ടക്കുന്നുമൽ വെച്ചിട്ടാണ്. നിങ്ങളും യൂസുഫാജിയും നിർബന്ധമായിട്ടും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ പറഞ്ഞാൽ ബിസിനസ്സായിട്ടും ജോലിയായിട്ടൊക്കെ പല മേഖലകളിൽ സന്ദർശിക്കുന്ന രാവിലെ ഇറങ്ങുന്ന ആളുകളാണ്. രാവിലെ 8 മണിക്ക് 7 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആളുകളാണ്. പക്ഷെ ഉമർ മുസ്ലിയാറുള്ള സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലം മുതൽച്ച് അയാളായിട്ടും നമ്മുടെ മഹലിലും നമ്മളല്ലാതെയും എല്ലാ രീതിയും നല്ല നിലക്ക് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ അയാൾ ഈ ബിസിനസ് മേഖലയിൽ കടന്നു വന്ന സമയം മുതൽച്ച് നമ്മളൊക്കെ തന്നെ പലപ്പോഴും ക്ഷണിച്ചിട്ടുണ്ട്. 1-2 പ്രാവശ്യം 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടൊന്നുമല്ലാതെ അത് തുടർന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും അയാൾ എത്തിപ്പിടിച്ച മേഖല, കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മദ്രസ അധ്യാപകനായി തുടങ്ങി ഈ ഒരു മേഖലയിൽ അയാളുടെ കഴിവിൻ്റെ പരമാവധി അയാൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആളുകളെയും ബന്ധപ്പെട്ട് അയാളുടെ ബിസിനസ് 15 കോടിയിൽ എത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇതിൽ പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും. 5 കോടി 2 കോടി 1 കോടി ഒക്കെ ഉണ്ടാവും. എന്നാലും 15 കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഓർക്കാൻ പറ്റാത്ത, കാരണം അത്രയും അദ്ദേഹത്തിൻ്റെ അധ്വാനം കൊണ്ട് മാത്രമാണ് അവിടെയൊക്കെ എത്തിപ്പെടാൻ കഴിഞ്ഞത്. ഏതായിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അയാളുടെ പിന്തുടർച്ച ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഏതായിരുന്നാലും ഇവിടെ ഈ മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് എന്ന സ്ഥലത്ത് വന്ന് എത്തിപ്പെടാനും അദ്ദേഹത്തിൻ്റെ ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷം എൻ്റെ സ്വന്തം പേരിലും ഞങ്ങളുടെ മഹലിൻ്റെ പേരിലും നിങ്ങളെല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ സർ, താങ്ക് യു. അടുത്തായിട്ട് നിലവിൽ ഉമർ ഉസ്താദ് മദ്രസ അധ്യാപനം നടത്തിയ ആ മഹലില് പ്രസിഡന്റാണ് ബാവക്ക വയൽക്കുന്ന്. അദ്ദേഹത്തിന് അതില് വേറൊരു കാര്യം, ഈ കോവിഡ് സിറ്റുവേഷനിൽ മദ്രസ അധ്യാപനത്തിൽ വന്ന ആ ബുദ്ധിമുട്ട്, ആ ജോലിയിൽ വന്ന തടസ്സം, ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ദിനം കഴിഞ്ഞു പോകാൻ പോലും ഒരു വരുമാനമില്ലാത്തപ്പോ തന്റെ ഉസ്താദ് ഇങ്ങനെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് തന്റെ മക്കളെ ഒന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അതിലൊരു ചെറിയ വരുമാനം ആ വീട്ടിലെത്തുമല്ലോ എന്ന ചിന്തയിൽ നിന്ന് ഉമർ സാറോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എൻ്റെ മക്കളെ പഠിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ മദ്രസയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ എന്ത് ചെയ്യാം, തന്നേക്കാം. ആ ഒരു നല്ല മനസ്സിനുടമ ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ സ്നേഹപൂർവ്വം ഈ ഓഫർ നിരസിച്ച്, ദൈവം എനിക്ക് ഉസ്താദേ നിങ്ങൾ പറഞ്ഞതിന് നല്ല കാര്യമാണ്, പക്ഷേ അത് നിങ്ങൾ അങ്ങനെ ആ ബുദ്ധിമുട്ട് ഏറ്റെടുക്കണ്ട, ഞാൻ എൻ്റെ ദൈവം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലൊരു നല്ലൊരു വശം, നല്ലൊരു നന്മ എനിക്ക് വെച്ചിട്ടുണ്ട്. അതാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇവരൊക്കെ സ്നേഹത്തോടെ അത് നിരസിച്ചുകൊണ്ട് ഇന്ന് വലിയ ലെവലിലേക്ക് വരുന്നതാണ് ഉമർ ഉസ്താദ്. അങ്ങ് അത്ര പോലും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കാണിച്ച നമ്മളെ ബാവക്ക ഞാൻ എന്ത് ചെയ്യാണ്, നിറഞ്ഞ കയ്യടിയോടുകൂടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉമർ സാറിനോട് എന്താണ് പറയുന്നത് ഈ ഒരു നേട്ടത്തിൽ നമുക്ക് കേൾക്കാം. വേദിയിലും മറ്റുമുള്ള എൻ്റെ സുഹൃത്തുമായിട്ടുള്ളവരും മറ്റ് ഇതിൻ്റെ മൈലൈഫിൻ്റെ അങ്ങേയറ്റം സ്നേഹിച്ച് ഉമർ ഉസ്താദിനെ ആ നിലയ്ക്ക് എത്തിച്ച നിങ്ങളും എല്ലാവർക്കും വേണ്ടി ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു ആശംസ അറിയിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഉമർ ഉസ്താദ് നിങ്ങളുടെ അടുത്ത് നിന്ന് പല സമയത്തും ക്ലാസ് എടുക്കുമ്പോൾ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അനുഭവം. ആ അനുഭവത്തിൻ്റെ ഒരു യഥാർത്ഥ മുഖമാണ് എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കാരണം ഉമർ ഉസ്താദ് ഞങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് പന്നൂരിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് വയലക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം. അവിടുന്ന് ഒരു സാധാരണ ഒരു പഴയ ഒരു പൾസർ വണ്ടിയായിട്ട് ഇങ്ങനെ വരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വരും സമയത്ത് തന്നെ മദ്രസ തുടങ്ങുന്നതിൻ്റെ ഒരു 1/4 മണിക്കൂർ മുമ്പ് എത്തുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ 7,000 ഉറുപ്പ്യാണ് ഞങ്ങൾ ശമ്പളമായിട്ട് കൊടുക്കൽ. ആ ശമ്പളം കൊടുക്കൽ നിന്ന് പോയി മൂപ്പര് ഇങ്ങനെ ജോലിയില്ലാണ്ട് വീട്ടിൽ നിന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ 2 കുട്ടികൾ മൂപ്പരടുത്ത് നിന്ന് പഠിച്ച കുട്ടികളാണ്,
കാരണം മൂപ്പർ ഇതുപോലെ തന്നെ മികവ് തെളിയിച്ചൊരു കഴിവുണ്ടായിരുന്നു മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാന്നുള്ളതിലും. 1ാം സ്ഥാനമായിരുന്നു മദ്രസയിലെ കുട്ടികൾക്ക്. അദ്ദേഹം പോകുന്നതിന് ശേഷവും പലരും പറയുന്നുണ്ട് ഉമർ ഉസ്താദിനെ തിരിച്ച് നമുക്ക് ആ മദ്രസയിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടിയിരുന്നു, എന്താ ചെയ്യാമെന്ന് എപ്പോഴും നമ്മൾ ചോദിക്കുന്ന. എന്തായാലും ഉമർ ഉസ്താദ് ആ മദ്രസയിലേക്ക് ഇനി വരാനുള്ള ആ ചാൻസിലല്ല. ഉപ്പര അള്ളാഹു തആല ഒരുപാട് ഉയർച്ചയിലേക്ക് കയറ്റിപ്പോയതിൻ്റെ പേരിൽ ആ ഒരു സംഭവം മുപ്പര എന്തായാലും വരില്ല. എന്തായാലും അങ്ങനെ ഞാൻ നിന്ന സമയത്ത് മുപ്പരിങ്ങനെ ഒരു ബുദ്ധിമുട്ടായി വീട്ടിൽ നിൽക്കാൻ തുടങ്ങി. ഞാൻ മൂപ്പരടുത്ത് പോയി മൂപ്പരോട് പറഞ്ഞ് എൻ്റെ 2 കുട്ടികളങ്ങളൊന്ന് ട്യൂഷൻ എടുത്ത് വന്നാൽ ഈ ശമ്പളം ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വെച്ച് തരാം എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഇന്നെ പോറ്റാൻ നിങ്ങൾക്കൊണ്ട് ആർക്കും കൊണ്ട് കഴിയില്ല, ഇന്നെ പഠിച്ച നാഥനായ അള്ളാഹ് എനിക്കൊരു വഴി വെച്ചിട്ടുണ്ട്, ആ വഴിയിലേക്ക് അല്ലാണ്ട് നിങ്ങൾക്കൊണ്ട് ആർക്കൊണ്ടും എന്നെ സംരക്ഷിക്കാൻ കഴിയില്ല, ആ റബ്ബ് ആ കൊടുത്ത വഴിയാണ് ഈ വഴി. ഇത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഉമർ ഉസ്താദിൻ്റെ ഈ ഈ ജീവിത ശൈലി എല്ലാവരും മുറുകെ പിടിച്ചാൽ എവിടെ എത്തിപ്പെടാം എന്നുള്ളൊരു പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുണ്ട് നിങ്ങളോട്. കാരണം ഉമർ ഉസ്താദിൻ്റെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ഏതൊരു വിഷയത്തിൽ എത്തിപ്പെട്ടാലും അദ്ദേഹത്തിന് അറിയാം ആ ഒരു സംഭവം വിജയിപ്പിച്ചെടുക്കാൻ. ആ ഒരു സംഭവം വിജയിപ്പിച്ചതാണ് അദ്ദേഹത്തിന് ഈ എത്തിച്ചേർന്ന എല്ലാ ഇന്നത്തെ CTC എന്ന് പറഞ്ഞ ഈ പദവിയൊക്കെ അദ്ദേഹത്തിന് കിട്ടാൻ ഉണ്ടായ കാരണം. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. അല്ലാഹു തആല അദ്ദേഹത്തിന് കൂടുതൽ ദർജ കൂട്ടിക്കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്ത ആശംസയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു ഹരികൃഷ്ണൻ സാർ, NTC ലീഡറായിട്ടുള്ള ഹരിയേട്ടൻ സർ, പ്ലീസ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. അനക്കയില്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അപ്ലൈനോ അസോസിയേറ്റോ ആയിട്ടൊന്നുമല്ല. എന്നെ അറിയാത്ത ആളുകളുണ്ട് ഇവിടെ? ഇല്ല. എന്നെ ഇങ്ങനെ അറിയുന്ന തരത്തിലേക്ക് വളർത്തിയോ അദ്ദേഹം തന്നെയാണ്. കാരണം യൂട്യൂബ് ചാനലിൽ കൂടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും, ഈ ടീമിൽ മാത്രം എത്രയോ ടീമുകൾ എന്നെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഒന്ന് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ സക്സസ് ആക്കുന്നതിൽ അദ്ദേഹം യാതൊരു മടിയും കാണിക്കില്ല. എല്ലാവരെയും സക്സസ് ആക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത്. അതിനേക്കാൾ ഉപരി ഞാൻ കാണുന്നത്, ഇപ്പോൾ ഇവിടെ ബാവക്കല്ല അവസാനം സംസാരിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മദ്രസ പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടികളെയൊക്കെ ഏറ്റവും 1ാം സ്ഥാനത്ത് എത്തിക്കാൻ അദ്ദേഹം മുതിർന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല മാർക്കോടെ അവർക്ക് പാസ്സായിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി പറയാനുള്ളത്, അദ്ദേഹത്തിനോടൊപ്പം ഈ ബിസിനസ്സിലേക്ക് നിൽക്കുന്ന ആളുകളൊക്കെ 1ാം സ്ഥാനക്കാരാക്കാൻ മാറ്റിയെടുക്കാൻ ആർജവം കാണിക്കുന്ന ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആളുകളും സക്സസ് ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന ഒരു ലീഡറാണ് നമുക്കുള്ളത്. ആ ലീഡറുടെ ഒരു CTC സെലിബ്രേഷനാണ്. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് CTC ആണ്. വളരെ ഫാസ്റ്റായി അച്ചീവ് ചെയ്യുന്ന അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചുരുക്കി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ മൈ ലൈഫ് സ്റ്റൈൽ കുടുംബങ്ങളിലെ എല്ലാ ആളുകൾക്കും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ് ആൻഡ് ജയ് മലേ. സത്യത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പർപ്പസിലെ ക്ലാരിറ്റി, എനിക്ക് ഈ ബിസിനസ് എൻ്റെ ലൈഫിൽ ആവശ്യമുണ്ടോ എന്നുള്ള വ്യക്തത വരുന്നിടത്താണ് നമ്മൾ പണി തുടങ്ങുക, ആണോ ഇല്ലയോ? അത് കിട്ടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം, ശരിയല്ലേ? ഇപ്പം നമ്മൾ കൂടെ ഓടുന്നവർക്ക് വേഗത ഇല്ലെങ്കിൽ നമ്മൾക്കൊന്ന് അടുത്തിരുന്ന് ആ ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുത്താൽ ആരിറങ്ങും? ഓരോ ആളുകളും ഇറങ്ങും, ശരിയാണോ ഇല്ലയോ? അപ്പം നമ്മൾ ഇനി മുതൽ എന്താ ചെയ്യേണ്ടത്? ഒരുപാട് ഓടുന്നതല്ല, ആവശ്യക്കാരനെ കണ്ടെത്തി അവന് ബോധ്യപ്പെട്ടെങ്കിൽ അവനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പണിയും കൂടെ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യണം. എന്തായാലും ബെല്ലി സാറ് പറഞ്ഞപ്പോൾ ഉമർ സാറിൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ കേട്ടു അല്ലേ? അത്രയും പ്രയാസത്തിൽ നിന്ന് പോലും ഒരു തീരുമാനം എടുത്ത് ഒരു വ്യക്തി വിജയിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താ അറിയോ? ആ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്ര പേര് തീരുമാനം എടുത്തു കഴിഞ്ഞു ഈ ബിസിനസ് ഫുൾ ടൈം കരിയറായിട്ട് ചെയ്യണമെന്നല്ലേ, സീരിയസ് ആയിട്ട് ചെയ്യാനല്ലേ? ഒന്ന് കൈ ഉയർത്തി എല്ലാവരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഫ്യൂച്ചർ ഡയമണ്ട്സ് ഈ ഹാളിൽ തന്നെ 100 കണക്കിന് ഡയമണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറി ആയിട്ട് ആര് മാറും? ഓണറായിട്ട് ഉമർ സാർ മാറും, ശരിയാണല്ലോ? ശക്തമായ ഒരു കൈയുടെ ഈ ഒരു ഓണർക്ക് കൊടുത്തേ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ബിസിനസ്സിൽ വിജയിക്കാൻ നമ്മൾ പലപ്പോഴും പല ആളുകളുടെ അടുത്ത് ഈ ബിസിനസ് പറയുമ്പോൾ എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് അത്ര വലിയ കഴിവുള്ള ആളല്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവനെ വിട്ടേക്ക് എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അല്ല. സത്യത്തിൽ ഉമർ സാറിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ വലിയ അക്കാദമിക് ക്വാളിഫിക്കേഷൻ പറയാനില്ലാത്ത ആളുകൾ, വലിയ ഡിഗ്രി ഒന്നും ഇല്ലാത്ത ആളുകൾ ഇവിടെ വളരെ ഫാസ്റ്റസ്റ്റ് അച്ചീവർ ആവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ? ഇവിടെ കഴിവല്ല വേണ്ടത്, വിജയിക്കാനുള്ളൊരു മനസ്സാണ് വേണ്ടതെന്ന് പറയും, ശരിയാണല്ലോ? ആ മനസ്സ് എത്ര പേർക്കുണ്ട്?
ഓക്കെ. അപ്പൊ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ബിസിനസ്സുമായിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പല ആളും ഒരു പിറകോട്ട് നിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളാണ്. ആണോ ഇല്ലയോ? ഇല്ലേ? ഒരു തെറ്റിദ്ധാരണ, ഇതൊരു മണി ചെയിനല്ലേ, ഇതൊരു തട്ടിപ്പല്ലേ എന്ന് പറയും. എത്ര പേർക്ക് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്? മണി ചെയിനല്ലേ, ആളെ ചേർക്കുന്ന പരിപാടിയല്ലേ എന്നുള്ളത് എത്ര പേർക്ക് കേട്ടിട്ടുണ്ട്? ഒന്ന് കൈയെടുത്താവോ? ഭൂരിഭാഗം ആളുകളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണെന്ന് പറഞ്ഞ് കേട്ട് ഒരടി പിറകോട്ട് നിന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. യെസ് ഓർ നോ? സത്യം പറയുകയാണെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ മലയാളം എന്താ? നെറ്റ്വർക്കിന്റെ മലയാളം ഒന്ന് പറയാൻ പറ്റുമോ? ശൃംഖല എന്ന് പറയും, ശരിയല്ലേ? സത്യത്തിൽ എൻ്റെ പേര് സുജേഷ് എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് കരുണാകരൻ, അച്ഛൻ്റെ പേര് കണ്ണൻ, അതിൻ്റെ അച്ഛൻ്റെ പേര് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ 2 തലമുറയെങ്കിലും പറയാൻ എനിക്ക് ആയില്ല, അതിന് അർഹതയില്ലെങ്കിൽ ഞാൻ ആരായി? ഹലോ, മോശപ്പെട്ട ഒരാളായി. യെസ് ഓർ നോ? ശരിയാണോ അല്ലയോ? അപ്പം ഫാമിലിയിൽ ശൃംഖല ഉണ്ടെങ്കിലേ വാല്യൂ ഉള്ളെങ്കിൽ ബിസിനസ്സിൽ ശൃംഖല വന്ന എങ്ങനെ മോശമാവുന്നേ? പിടുത്തം കിട്ടിയോ? നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ശൃംഖലയാണ് മലയാളം. എന്നാൽ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഓർമ്മ ശൃംഖല ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയാ ബിസിനസ്സിൽ മോശമാകുന്നത്? ഈ ശൃംഖല ഉണ്ടെങ്കിലേ ഫാമിലിയിൽ വാല്യൂ ഉള്ളെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ശൃംഖലക്ക് എന്തും മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല. ആ മനസ്സിലാക്കുന്നതിലുള്ള ബുദ്ധിമുട്ടാണ്. യെസ് ഓർ നോ? ഇനി മാർക്കറ്റിംഗ് രണ്ടാമത് എന്താ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഈ മാർക്കറ്റിംഗ് എന്താ? വിപണനം. സത്യത്തില് ഇന്ത്യയിൽ വലിയ കമ്പനികളെല്ലാം, ഇപ്പൊ റിലയൻസ് എന്ന കമ്പനി അവരുടെ പ്രോഡക്റ്റുകൾ എന്ത് വഴിയാ ചെയ്യുന്നത്? വിറ്റഴിക്കുന്നത്. ഹലോ, എങ്ങനെയാ വിറ്റഴിക്കുന്നത്? മാർക്കറ്റിംഗ് വഴിയാണ്. യെസ് ഓർ നോ? റിലയൻസിനും ടാറ്റക്കും മാർക്കറ്റിംഗ് ചെയ്യാമെങ്കിൽ എനിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അങ്ങനെയാണെങ്കിൽ നെറ്റ്വർക്ക് പ്ലസ് മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ശരിയാണോ തെറ്റാണോ? ഹലോ, ശരിയല്ലേ? പിന്നെ എന്തിനു നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കണം? ഹലോ, ഇത് ഏറ്റവും വലിയ ശരിയാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ ആരെയും ഭയക്കാതെ മുന്നോട്ട് പോണോ വേണ്ടിയോ? വാല്യൂ ഫോർ മണിയായ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരുടെ ഒരുപാട് പ്രയാസങ്ങൾ മാറി അവരുടെ പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളും വരുമെങ്കിൽ എന്തുകൊണ്ട് ധൈര്യപൂർവ്വം ചെയ്തുകൂടാ? ഇതാര് ചിന്തിച്ച്? 2021 ഉമ്മർ OP എന്ന് പറയുന്ന നമ്മളൊക്കെ ആദരണീയനായ ഉസ്താദ്, ഇന്നത്തെ CTC ചിന്തിച്ചു. അങ്ങനെയാണ് ഒരു ടീം ഉണ്ടായത്. യെസ് ഓർ നോ? ഇനി ആ ഒരു തീരുമാനം ഞാനും നിങ്ങൾ എടുത്താൽ എന്റെയും നിങ്ങളെയും നിങ്ങളെ കൂടെ വരുന്നവരുടെയും ലൈഫ് മാറോ ഇല്ലയോ? ശരിയാണല്ലോ? ആ ഒരു തീരുമാനം എടുക്കാനും വേറിട്ട വഴിയൂടെ സഞ്ചരിക്കാനും ആ മിനിമം ഒരു ലോങ് ഇന്നിങ്സ്, മിനിമം ഒരു 5 വർഷമെങ്കിലും ഈ ബിസിനസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാക്കലാണ് ആദ്യത്തെ പണി. ഈ ധൈര്യം വരുന്ന എവിടുന്ന അറിയോ? വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണോ? അറിവുണ്ടാവണം. അറിവുണ്ടാവണം എന്ത് ചെയ്യണം? ഇത്തരം പ്രോഗ്രാമുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യണം. എവറി മോർണിംഗ് 6 മണിക്ക് നിസ്കാരം കഴിഞ്ഞ് വേറെ ഒരു പരിപാടി ഇല്ലാണ്ട് ആ സൂമിന് മുമ്പിൽ എപ്പോ ആരുണ്ടാവും? ഉമ്മർ OP എന്ന് പറയുന്ന CTC ഉണ്ടാവും. യെസ് ഓർ നോ? അതൊരു ശീലമാക്കി, ഒരു ഹാബിറ്റ് ആക്കി. ഈ ശീലമാണ് ആരെ വിജയിപ്പിച്ചത്? ഉമ്മർ സാറിനെ. ഇതേ ശീലം നിങ്ങൾ ഏറ്റെടുത്താൽ ആരും വിജയിക്കും. ആര് വിജയിക്കും? നമ്മൾ വിജയിക്കും. ശരിയാണല്ലോ? ആ ഒരു ഉമ്മർ സാറ് കൺട്രോൾ ചെയ്യുന്ന ഒരു മോർണിംഗ് മീറ്റിൽ ഏകദേശം 350-400 ആള്, ഞാൻ ഒത്തിരി തവണ വന്നിട്ടുണ്ട്, എന്നെ കണ്ടിട്ടുണ്ട് അവിടെ. എല്ലാ പ്രോഗ്രാം 300+ ആളുണ്ട്. കാരണം നേതാവ് മുമ്പിലുണ്ടാവും, അല്ലേ? ഈ സൂം തുറന്ന് കിടന്നുറങ്ങലല്ല ആരെ പണി? ഉമ്മർ സാറിന്റെ പണി അതിന് മുമ്പിൽ ഇരുന്ന് നയിക്കലാണ്. ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ നാളെ ഒരു ടീം ഉണ്ടാവും എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ആര്? ഉമ്മർ OP എന്ന് പറയുന്ന ബ്രാൻഡ് ന്യൂ കോണ്ടിനെന്റ് ടീം കോർഡിനേറ്റർ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയുള്ളൂ. പറയാൻ എളുപ്പമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ ഫോളോ ചെയ്യുന്നതെന്ന് അറിയോ? പറച്ചിലല്ല, പ്രവൃത്തിയാണെന്നുള്ളതും കൂടെ ആര് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്? ഉമ്മർ സാർ. കാരണം ഇന്ന് ലേറ്റസ്റ്റ് ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്റെ ബിസിനസ് വളരെ വേഗത്തിൽ ഒരു ജമ്പിങ് എന്നൊരു സ്പീഡ് ഉണ്ടാക്കി ആരാ? എൻറ്റയർ മൈ ലൈഫ് സ്റ്റൈൽ കേരളത്തിൽ ആരാന്ന് പറഞ്ഞാൽ അത് ഒറ്റൊരു പേരേ ഉള്ളൂ, ഉമ്മർ OP എന്നുള്ളതേ ഉള്ളൂ. ശരിയാണല്ലോ? ഇയാളുടെ ഒരു ബെല്ലി സാറ് പറയുമ്പോൾ തുടക്കത്തിൽ അയാളെ വേഷം കണ്ടപ്പോ ഇത്രയും വലിയ തരംഗം ഉണ്ടാക്കാൻ പോകുന്ന ആളാണെന്ന് ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു സാറേ? ഇവരുടെ സുഹൃത്തുക്കൾ ഒത്തിരി പേരോടുണ്ട്. ഈ ഉമ്മർ ഉസ്താദാണോ ഈ രീതിയിലേക്ക് ട്രാൻസ്ഫോർമേഷൻ വന്ന? എങ്ങനെയാ? അദ്ദേഹത്തിന് മനസ്സിലായി വരുന്ന കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ്. ഇഫ് യു വാണ്ട് ചേഞ്ച്,
ഫസ്റ്റ് യു ചേഞ്ച്, ഞാൻ മാറണം, എന്നാലേ എനിക്ക് മറ്റുള്ളവരെ മാറ്റാൻ പറ്റൂ എന്ന് ബോധം ആർക്ക് വന്നു? ആ വ്യക്തിക്ക് വന്നു. ഇതൊക്കെ വളരെ ചെറിയ തീരുമാനമാണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ ചോദിക്കും, നിങ്ങൾ എത്ര പേര് വീട്ടിൽ റേഡിയോ ഉപയോഗിച്ച് ഇത്ര പേരുണ്ട്? ഈ FM-ഉം AM-ഉം 2 ഫ്രീക്വൻസിയാണ്, ക്ലാരിറ്റി 2ആണ്. യെസ്-ഓർ-നോ? ഏറ്റവും മനോഹരമായ പാട്ട് ആസ്വദിക്കുന്ന FM-ലാണ്. പക്ഷെ ഈ 2 സ്റ്റേഷനും പിടിക്കുമ്പോൾ എന്ത് പണിയുണ്ടെന്ന് അറിയോ? ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ളൊരു ട്യൂണിങ് ആവശ്യമുണ്ട്. യെസ്-ഓർ-നോ? അപ്പൊ 1 സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന ക്ലാരിറ്റി കുറയും. ഈ ഒരു ശരിക്ക് ഷാർപ്പായിട്ട് ട്യൂൺ ചെയ്താൽ നല്ല രീതിയിൽ മനോഹരമായിട്ട് കാണുമല്ലോ, കേൾക്കുമല്ലോ. ഇതേ ഒരു ട്യൂണിങ് മാത്രമേ ഈ ബിസിനസ്സിലുള്ളൂ. ശരിയാണോ? ആ ഒരു ക്ഷമ, ആ ട്യൂൺ ചെയ്ത് പിടിക്കാനുള്ള ഒരു ക്ഷമ ആർക്കുണ്ട്? ഉമ്മസാറിന് വന്നു. യെസ്-ഓർ-നോ? അതുപോലെ ഒരു ക്ഷമയോടെ പ്രവർത്തിച്ച് വെയിറ്റ് ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ നാളെ ഇതേ ഡയസിൽ നിങ്ങൾ ഒരു അച്ചീവറായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഉമ്മർ സാർ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന്റെ അതേ പാതയിൽ ശക്തമായ തീരുമാനം എടുത്ത് ഇന്ന് ഈ ബിസിനസ്സിൽ ഉമ്മർ സാറിന്റെ കൂടെ കട്ടക്ക് നിന്ന് അവർ ഒരു ചരിത്രം ഉണ്ടാക്കിയ കുറച്ചു പേരെയാണ് ഞാൻ ഇവിടെ വിളിക്കാൻ പോകുന്നത്. ആരാന്നറിയോ? ബ്രാൻഡ് ന്യൂ ടീം കോർഡിനേറ്റേഴ്സ് മുതൽ ബ്രാൻഡ് ന്യൂ NTC വരെയുള്ള ഓരോ റാങ്കിലും ഈ കഴിഞ്ഞ മാസം ബ്രാൻഡ് ന്യൂ ആയിട്ട് കയറിയ ഓരോ വ്യക്തികളെയും ഞാൻ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബ്രാൻഡ് ന്യൂ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള മല്ലിക ചന്ദ്രൻ, മല്ലിക മേഡത്തിനെ എല്ലാവരുടെയും നിറഞ്ഞ കയ്യടിയോടുകൂടെ, ശക്തമായ കയ്യടിയോടെ ഈ ഡയസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. മല്ലിക മേഡം. അടുത്തതായിട്ട് ആ വിളിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സത്യത്തില് ഈ ബിസിനസ് ഉമ്മർ സാറ് ചെയ്യുന്ന സമയത്ത് തുടക്കകാലത്ത് ഒരു പക്ഷേ സ്വന്തം മകന്റെ ഒരു വലിയ സപ്പോർട്ട് കിട്ടണമെന്നില്ല. കിട്ടുമോ? പുള്ളി അബ്രോഡാണ്, അല്ലെങ്കിൽ ഗൾഫിലാണ്, ശരിയല്ലേ? അവിടെ നിന്ന് വലിയൊരു മെന്റൽ സപ്പോർട്ട് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഉമ്മർ സാറിന് ഈ ബിസിനസ് ബോധ്യപ്പെട്ടപ്പോ ഓട്ടോമാറ്റിക് മകനും ബോധം വന്നു. റൈറ്റ്? മകന്റെ ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഈ ബിസിനസ് ഫുൾ ടൈം കരിയറായി. അങ്ങനത്തെ ഒരു വ്യക്തിയെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ വിളിക്കുന്നത്. മറ്റൊന്നല്ല, സദകത്തുള്ള അദ്ദേഹത്തിന്റെ മകനാണ് ബ്രാൻഡ് ന്യൂ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ബ്രാൻഡ് ന്യൂ DTC സദകത്തുള്ള അബ്ദുള്ള. അദ്ദേഹത്തിന്റെ മകൻ കൂടിയാണ്. ഇതാണ് ഒരു ഫാമിലി ആയിട്ടാണ് നമ്മളെ ഉമ്മർ സാർ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അടുത്തായിട്ട് സോണൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള അൻവർ അലി സാർ, തിരുവേഗപുര. അൻവർ സാർ, ശക്തമായ കൈയടി. അടുത്തായിട്ട് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള ഹയർ മെഹറുന്നിസ കാലിക്കറ്റ്. കൈയടി ഒട്ടും കുറയണം കേട്ടോ. അടുത്തത് നമ്മള് നിലവിലെ റീജിയണൽ ടീം കോർഡിനേറ്റർ റഫീഖ് ബാബു സാറ് ഗൾഫിലാണുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു സന്ദേശം വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും കുറച്ച് സമയത്തിന് ശേഷം. സെറ്റ് ചെയ്തോ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഇവരെ കൂടെ തന്നെ ചേർത്ത് നിർത്താൻ ഒരു ബ്രാൻഡ് ന്യൂ നാഷണൽ ടീം കോർഡിനേറ്റർ ഉണ്ട് നമുക്ക്. അതിശക്തമായി ബിസിനസ് ഏറ്റെടുത്ത അബ്ദുറഹ്മാൻ സാർ ചേറൂർ. ശക്തമായ കേടി. ചേറൂർ സാറിന് സ്നേഹത്തോടെ വിളി. ചേറൂർ ബ്രാൻഡ് ന്യൂ നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. കമ്പനിയുടെ അഡ്വൈസറി ബോർഡിലേക്ക് നടന്നു കയറിയ ഒരു വ്യക്തിയാണ്. ഇവരെ ആദരിക്കുന്നത് ഈ ഒരു സത്യത്തില് ഇവിടെ ഇങ്ങനൊരു ടീം ഉണ്ടാവാൻ കാരണക്കാരായിട്ടുള്ള 2 പേർ. ഞാൻ നേരത്തെ പറഞ്ഞു, സത്യത്തിൽ എൻ്റെ രക്ഷിതാക്കന്മാർ കഴിഞ്ഞ അടുത്തൊരു കടപ്പാടെന്ന് പറഞ്ഞാൽ എൻ്റെ ലീഡേഴ്സിനാണ്. അത് ധനീഷ് മാധവൻ ആയിക്കോട്ടെ, മിസ്റ്റർ ബെൽനി ആയിക്കോട്ടെ, അനീസ് സാർ ആയിക്കോട്ടെ, ഒത്തിരി പേരുണ്ട് അതിൽ. അപ്പൊ അതേപോലെ ഇവർക്കൊരു മെന്ററിങ് കൊടുത്ത് ഇവര് തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ അത് ചെയ്യാൻ പാടില്ല, ഇതായിരുന്നു ശരി എന്നൊക്കെ പറഞ്ഞ് കൂട്ടി നടത്തി കൊണ്ടു നടന്ന ഒരു വലിയ ടീം ഉണ്ടാക്കാൻ കാരണക്കാരനായിട്ടുള്ള ഒന്ന് ബിജു BK, ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ. നിങ്ങളൊക്കെ റോൾ മോഡൽ ആയിട്ടുള്ള ബിജു സാറെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തായിട്ട് ബിജു സാറിന് ഈ ബിസിനസ്സിലേക്ക് കൊണ്ട് നമ്മുടെ ടോട്ടൽ എൻറ്റയർ AIG നേതൃത്വം കൊടുത്ത് മെന്റർ ചെയ്ത മിസ്റ്റർ ബെല്ലി സാറിനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവരെ ആദരിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള മല്ലിക മേഡം ആദരിക്കുന്നതിന് വേണ്ടി ബിജു സാറിനെയും നല്ല കൈയ്യടി ഒട്ടും കുറയണ്ട കേട്ടോ.
ഇവർ ഫാമിലി ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഒന്ന് ഈ വേദിയിലേക്ക് എത്രയും പെട്ടെന്ന് വരണം. മല്ലിക ചന്ദ്രൻ, ചന്ദ്രൻ ഏട്ടനോ? ഒന്ന് കൈയടിച്ചേ. കൈയടി കുറക്കാൻ ഞാൻ പറഞ്ഞില്ല കേട്ടോ, കൈയടി നടന്നോട്ടെ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഷിഹാബ് സാർ. ഷിഹാബ് സാർ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറുന്നു, ബാക്കിയുള്ളൊരു ബാക്ക്. ലാസ്റ്റ് ഒരു ഫോട്ടോ എല്ലാവർക്കും എടുക്കാം ഒരുമിച്ച്. ഷിഹാബ് സാർ ആദരിക്കുന്നത്. കയ്യടി കുറക്കാൻ പറഞ്ഞില്ല, കയ്യടിച്ചോളുക. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് സദകത്തുള്ള ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ. ശക്തമായ കയ്യടി. Mix is on. Okay, next. Mix is a moment. The way you want it, the way you move it, make me feel like I'm alone. The way you stun it, the way you want it. നെക്സ്റ്റ് സോണൽ ടീം കോർഡിനേറ്റർ അൻവർ അലി സാർ. Mix is on. The way you want it. നെക്സ്റ്റ് സോൺ നെക്സ്റ്റ് STC ഹൈറുനിസ മാഡം. ഒഴുക്കും. Mix is on. The way you നെക്സ്റ്റ് RTCയിൽ റഫീഖ് ബാവ സാർ ഇവിടെ നിലവിലില്ല, പുറമെയാണ്. അത് വീഡിയോ നമുക്ക് അടുത്ത ഇതിൽ സന്ദേശത്തിൽ കൊടുക്കാം. അടുത്തായിട്ട് ബ്രാൻഡ് ന്യൂ NTC ചെറൂർ സാറിനെ ആദരിക്കുന്നത് ലീഡേഴ്സ്. അവാർഡ് ആൻഡ് റിവാർഡ്സ് കമ്പനിയുടെ അവാർഡ് ആൻഡ് റിവാർഡ്സ് വിന്നറും കൂടിയാണ്. വളരെ ഫാസ്റ്റസ്റ്റ് അച്ചീവർ ആണ്. Mix is on. The way you want it. ഓക്കെ, ഇനി എല്ലാവരും ഇതൊരു ഫോട്ടോ മൊത്തത്തില് എന്നിട്ട് എല്ലാവരും ഷോള് ധരിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ലീഡേഴ്സ് അച്ചീവേഴ്സ്. എല്ലാവരും ചേർന്ന് അടുത്തടുത്ത്. mix is on. Mix is on. Mix is a moment. The way you do it, the way you move it, make me feel like I'm alone. Mix is a moment. ഓക്കെ ലീഡേഴ്സ്, താങ്ക് യു. നമുക്കൊക്കെ നമ്മുടെ സന്താനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണോ? അവരിഷ്ടപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണോ? അവരാഗ്രഹിച്ച വീട്ടിൽ നമ്മൾ മരണപ്പെട്ടാലും താമസിക്കുന്നുണ്ടാകുമെന്ന് ഇപ്പം തന്നെ ഒരു തീരുമാനം എടുക്കണോ? എങ്കിൽ അതിനു വേണ്ടി എന്ന് നമ്മളിവിടെ എത്തിയത്. ഇന്ന് നമ്മൾ ബൽനിസാറുടെ ഈ ക്ലാസ് കേട്ടില്ലേ?
നമ്മളൊന്ന് മാറണമെന്ന് തീരുമാനിച്ചാൽ മാറാൻ പറ്റിയൊരു കഥ ആയിരുന്നില്ല അത്. ഏതായിരുന്നാലും എന്നെ ഈ അവസ്ഥയിലേക്കൊക്കെ മാറ്റം വരുത്തിയ എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ പ്രിയ ഹബീബ് എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന, ഹൃദയത്തിൽ വലിയ സ്ഥാനം കൊടുത്ത് ഞാൻ ബഹുമാനിക്കുന്ന ഉമർ ഉസ്താദിൻ്റെ കോണ്ടിനെൻ്റൽ ടീം കോർഡിനേറ്റർ എന്ന ഒരു സെലിബ്രേഷൻ പ്രോഗ്രാമിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു സംസാരിക്കാൻ അവസരം തന്ന ദൈവത്തിനും, നമ്മെ പല ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും പല ദേശീയവാസി പിടിവാശികളിൽ നിന്നും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുത്ത എൻ്റെ എല്ലാ അപ്ലൈൻ ലീഡേഴ്സിനും, അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ആയി മാറുന്നതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച അസോസിയേറ്റിനും, ഇന്നും നമ്മൾ എന്നും ഒരുപോലെ ഒരേ മനസ്സോടെ മുന്നോട്ട് പ്രവർത്തിക്കാൻ നമുക്കൊക്കെ കഴിയണേ എന്ന് പ്രാർത്ഥിച്ച് മുന്നേറുന്ന ഈ ഒരു സുന്ദരമായ മുഹൂർത്തത്തിനും 1000 ആശംസകൾ അറിയിക്കുകയാണ്. ഉമർ ഉസ്താദിന് ഇനിയും അടുത്ത റാങ്കിൽ ബെൽനി സാർ ആശംസിച്ചതുപോലെ ഫാസ്റ്റസ്റ്റ് CTC എന്ന് പറഞ്ഞതുപോലെ ഫാസ്റ്റസ്റ്റ് ITCയും അതിൻ്റെ അപ്പുറം WTCയും കമ്പനി എന്തൊക്കെ കൊടുക്കും അതൊക്കെ എങ്ങനെയെങ്കിലും നേടാനുള്ളൊരു ഹിക്മത്ത് ആരെടുത്തുണ്ട്? പ്രിയപ്പെട്ട ഉമർ ഉസ്താദിൻ്റെ അടുത്തുണ്ട്. അത് നമുക്കും പഠിപ്പിച്ചു തരുന്നതിന് അദ്ദേഹത്തിന് വിശാലമായ മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ആഘോഷത്തോടെ ആശംസകളായി ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. വിജയങ്ങൾ എല്ലാവർക്കും ആവർത്തിച്ചുണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ജയ് മൈ ലൈഫ്. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് റഷീദ്. ഞാൻ കൊടുവള്ളിയാണ് സ്വദേശം. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പേ, വർഷങ്ങൾ മുമ്പ് ട്രഡീഷണൽ മേഖല ചെയ്യുന്ന സമയത്താണ് ഇന്ന് ഈ ഒരു സെലിബ്രേഷൻ്റെ കാരണക്കാരായിട്ടുള്ള നമ്മൾ ഉമർ ഉസ്താദ് ഈ ഒരു അവസരം പറഞ്ഞു, ബിസിനസ്സിലേക്ക് വന്നു. ഇവിടെ ബെൽനി സാർ ഒരു കഥ പറഞ്ഞു അല്ലേ, ഒരു കാക്കയുടെ കഥ അല്ലേ. അതേപോലെ ഉമർ ഉസ്താദ് ആ കാക്കയുടെ കഥ പറഞ്ഞ സമയത്ത്, ബെൽനി സാർ പറഞ്ഞ സമയത്ത് അതിലൊരു സംഭവമുണ്ട്. നമ്മൾ എന്താവാൻ പാടില്ല അല്ലേ, മറ്റുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് കൈ നീട്ടുന്ന ആളാവരുത് എന്നൊരു സംഭവം അതിലുണ്ടല്ലോ. തുടക്ക സമയത്ത് ഉമർ ഉസ്താദിനോട് പറഞ്ഞു, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കണ്ട സമയത്ത് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന, അല്ലെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന വലിയൊരു അവസരം ഇന്ന് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്, ഋഷിയെ ഒന്ന് ഏറ്റെടുക്കുക ചെയ്യ്. ഒരുപാട് ആളുകളെ മുമ്പിൽ അല്ലെങ്കിൽ കൈനീട്ടുന്ന അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആളുകളെ എടുത്ത് സമീപിക്കുന്ന സമയത്താണ് എനിക്ക് അവസരം തന്നത്. പക്ഷെ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 3, 4 അല്ലെ 5 വർഷം എൻ്റെ കൂടെ നീ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയൊരു അവസരം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്തു, തൊട്ടടുത്ത ആ ഒരു നിമിഷം ഏറ്റെടുത്തിട്ടില്ല. കാരണം എന്താ, എൻ്റെ മനസ്സിലേക്ക് എന്ത് വന്നു, ഇതെന്തോ ഒരു തട്ടിപ്പാണ്, മുറുസ എന്തോ ഒന്നിൽ കുടുങ്ങിയിട്ടുണ്ട്, ഞാൻ കുടുങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഞാനൊരു വർഷം മാറിയിരുന്നു. പക്ഷേ ID കട്ടാവുന്ന സമയത്ത് വീണ്ടും ആ ID റിന്യൂ ചെയ്തു. അന്നിനോട് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒന്നുകിൽ അറിയുക അല്ലെങ്കിൽ മുറുക, ഒന്നുകിൽ ഇട്ടച്ച് പോവുക അല്ലെങ്കിൽ ഈ ബിസിനസ് തുടർന്ന് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അന്ന് പറയാ ദൈവ നിയോഗം കൊണ്ട് വീണ്ടും ID റിന്യൂ ചെയ്ത് വന്ന ഒരു ID ആണ് ഈ ഒരു RTC റാങ്കിൽ നിൽക്കുന്നത്. ഒരുപാട് പ്രതിസന്ധിയുള്ള സമയത്ത് ഈ ബിസിനസ്സിൽ കൂടെ രക്ഷപ്പെടുന്ന ഒരിക്കലും മനസ്സിലാക്കിയ ആളല്ല. പക്ഷേ ഉമർ ഉസ്താദ് എന്നോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ആ ഒരു കാക്കൻ്റെ കഥ പറഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാക്ക പറഞ്ഞൊരു സംഭവമുണ്ട്. അതേപോലെ ഉമർ ഉസ്താദ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എനിക്കാവും വിധം ഞാൻ ഏറ്റെടുത്ത് ചെയ്തതിൻ്റെ ഭാഗമായി എൻ്റെ ലീഡേഴ്സിന് ഉമർ ഉസ്താദിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ഉമർ ഉസ്താദിൻ്റെ ശൈലിയോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ചെയ്തത് എന്താ, ഉമർ ഉസ്താദ് ഇപ്പം വരണമെന്ന് പറഞ്ഞാൽ അപ്പം പോവായിരുന്നു. പക്ഷേ അവിടെ ഇപ്പം പോകണമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു അന്ന്. പക്ഷേ ആ ഒരു സമയത്ത് ബിസിനസ് ഉമർ ഉസ്താദ് പറഞ്ഞ പോലെ ചെയ്തതിൻ്റെ ഭാഗമായി ഈ ബിസിനസ്സിലേക്ക് വന്നു. ഇന്ന് ഞാൻ വിത്ത് ഫാമിലിയാണ് ബിസിനസ് ചെയ്യുന്നത്, ഫാമിലി ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഈ ബിസിനസ്സിൽ വന്ന സമയത്തും ഞാൻ എന്നെക്കുറിച്ച് ഈ ഒരു മേഖലനെ കുറിച്ച് കേട്ട സമയത്ത് ആദ്യം ഞാൻ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞ സമയത്ത് എൻ്റെ വീട്ടിലുള്ള ആളിനോട് പറഞ്ഞ് ഇത് ചിലപ്പോൾ നമുക്ക് ശരിയാവുണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി ഒരു വർഷം മാറിയുന്ന ആളാണ്. ഇവിടെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും, അതുകൊണ്ട് പറയാണ്. നിങ്ങൾക്ക് പറയാനുള്ളത്, ഞാനിവിടെ ചെയ്തത് ആ കടൽക്കാക്ക പറഞ്ഞ, അതായത് ഉമർ ഉസ്താദ് എന്ന കാക്ക പറഞ്ഞ കാര്യം ഞാനും കേട്ടു. ഇതേപോലെ നിങ്ങളും കേൾക്കാൻ തയ്യാറായാൽ ഇതേപോലെ ഒരു കാക്കകളായി നമുക്ക് മാറാൻ പറ്റിയ ഒരു അവസരമാണ് ഈ ഒരു ബിസിനസ്. അതുകൊണ്ട് എനിക്കിവിടെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഉമർ ഉസ്താദിന്റെ വ്യക്തിനെ കുറിച്ച് വർഷങ്ങൾ മുമ്പുള്ള പരിചയമാണ്. പക്ഷേ അവർ തുടക്ക സമയത്ത് ഒന്നുമില്ലാതിരുന്നൊരു സമയത്ത് എൻ്റെ കൂടെ നിന്ന് എന്നെ കൂട്ടിപ്പിടിച്ച് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് എന്നോട് ഉപദേശങ്ങൾ തരികയും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഉമർ ഉസ്താദിനോട് ചോദിക്കുകയും സംസാരിക്കുകയും അതിനെക്കുറിച്ച് ഉമർ ഉസ്താദ് പറയുന്ന നിർദ്ദേശം അതേപോലെ ഏറ്റെടുത്ത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവരേക്ക് വന്നതാണ്. ഇതായാലും ഈ ഒരു അവസ്ഥയിൽ ഉമർ ഉസ്താദിനോട് ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ ഇവിടെ അപ്ലി ലീഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ, അയ്യൂബ് സാറ്, റമീ സാറ്, ഷായർ സാറ്, ബിയു സാറ്, ബെൽനി സാർ അടക്കമുള്ള ഒരുപാട് ലീഡേഴ്സ്, ഇവർക്കൊക്കെ ഈ അവസരത്തിൽ ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് വീണ്ടും ഉമർ ഉസ്താദിന്റെ ഈ ഒരു സെലിബ്രേഷൻ പ്രോഗ്രാമിൽ വലിയ സന്തോഷവും എനിക്കുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു സമയത്ത് ഉമർ ഉസ്താദിന് ഒരുപാട് സന്തോഷവും കടപ്പാടും അറിയിച്ചുകൊണ്ട് തൽക്കാലം ഈ ഒരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ജയ് മലേശ്വർ മാർക്ക്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉമർ സാറിൻ്റെ ഈ അപാരമായ ഈ വിജയത്തിൻ്റെ പുറകിൽ
ഈ എളിയവനായ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ടും എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ മനസ്സുകൊണ്ടുമൊക്കെ ആയിരക്കണക്കിന് നന്ദികളും ആത്മാർത്ഥമായ ഇനിയുള്ള വിജയങ്ങളും നമ്മൾ മനസ്സിൽ നെയ്യത്ത് ചെയ്യുകയാണ്. അതിന് അള്ളാഹുവിനോട് പൊരുത്തം ചോദിക്കുകയാണ്. കാരണം ഒരു പ്രവാസിയായിരിക്കുന്ന ഞാൻ ഇങ്ങനെ ഇത്രയും കുടുംബങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു അത്ഭുതമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഒരു സ്വപ്നവും മുമ്പിലില്ല. കാരണം 2011 കാലഘട്ടത്തിൻ്റെ പുറകിൽ പിന്നെ നാനോ എക്സൽ, ബിസേർ, ടൈക്കോം അങ്ങനെ പറയുന്ന കുറേ കമ്പനികളിൽ എൻ്റെ പണം അങ്ങോട്ട് കൊടുത്തുകൊണ്ട് പറ്റിക്കൽ പ്രസ്ഥാനമായി തട്ടിപ്പോയി പൊട്ടിപ്പോയി പിടിക്കപ്പെട്ട് 2011 തലമടക്കിയിരിക്കുന്ന സമയത്താണ് 2018 കാലഘട്ടത്തിൽ കൊറോണ കാലഘട്ടത്തിൽ ഈ ഒരു അത്ഭുതമായിട്ടുള്ള ബിസിനസ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അത് ഒരു വലിയ റിസൾട്ടോട് കൂടി എൻ്റെ ഭാര്യയ്ക്കുണ്ടായ വലിയൊരു റിസൾട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ആ വരവിൽ ഉമർ സാറ് ഇവിടെ കോഴിക്കോട് താമരശ്ശേരിയിലാണ്. ഉമർ സാറിൻ്റെ ഭവനത്തിലേക്ക് എന്നെയും വലപ്പാട് ഗഫൂർ സാറിനെയും അഷ്റഫ് സാറിനെയും റഫീഖ് സാറിനെയും 4 ആളുകളെയും ക്ഷണിച്ചു വരുത്തുന്നൊരു സംഭവമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളെല്ലാ ലീഡർമാരും മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഉമർ സാറിൻ്റെ സൈഡിൽ നല്ല 4 ആളുകളെ കിട്ടിയിട്ടുണ്ട്. അവരെ വസതിയിലേക്ക് വിളിച്ചുകൊണ്ട് അവർക്ക് നമുക്കൊരു ട്രീറ്റ് കൊടുക്കണമെന്ന് അദ്ദേഹം കരുതിയിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. അന്നത്തെ ഉമർ സാറാണ് ഇന്ന് അമേരിക്കൻ കമ്പനിയിൽ ഏറ്റവും വലിയൊരു MD നിൽക്കുന്നത് പോലെ നമ്മുടെ ബാക്കിൽ ഈ നിൽക്കുന്ന ഫോട്ടോമാണ് ഇന്ന് കാണപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ചാർജ് നിസാര ചാർജ് അല്ല, എല്ലാം അനുഭവങ്ങൾ തൊട്ടറിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ കൺമുന്നിൽ വരുന്ന പല കമ്പനികളും അവിടെ MD അങ്ങനെ, ഇവിടെ ഓഡികാർ, ഇവിടെ ബെൻസ് കാർ സ്വപ്നങ്ങൾ വാരിക്കൂട്ടി തരുമ്പോൾ നമ്മുടെ AIG ടീമിൽ തന്നെ ബെല്ലി സാറ് മുതൽക്ക് ഉമർ സാറ് മുതൽക്ക് റമീസ് സാറ് വരെയുള്ള ഓരോ ലീഡർമാരും വളർന്ന് പന്തലിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഇതാണ് ബിസിനസ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇതിലൊരു ജാതിയില്ല, മതമില്ല, പാർട്ടിയില്ല, ഒന്നുമില്ല, പണമില്ല, അതേമാതിരി തന്നെ പ്രൗഢ വേണ്ട, അതേമാതിരി തന്നെ വിദ്യാഭ്യാസം വേണ്ട, ഒന്നും വേണ്ട. എന്നിട്ടും നമ്മൾക്ക് ഇതുപോലൊക്കെ ആവാൻ പറ്റും. അത് കൂട്ടമായി ചെയ്യുന്ന ബിസിനസ് ആയതുകൊണ്ടാണ്. ഈ ബിസിനസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമുക്കൊരു തോൽവി സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് തോറ്റുപോകുമെന്ന് നമ്മൾ തന്നെ സ്വയം നിശ്ചയിക്കേണ്ട ഒരു ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ബിസിനസ്. കാരണം ഞാനൊരു ബിസിനസ്സുകാരനാണ്. അപ്പൊ ഇതിന്റെ സ്പിരിറ്റ് എനിക്കറിയാൻ പറ്റും. എത്രയും പെട്ടെന്ന് വലിയ വലിയ ഉന്നത സ്ഥാനത്തേക്ക് നേടിപ്പോവാനുള്ള ശക്തിയായിട്ടുള്ള ഒരു ബിസിനസ്സാണ് കൂട്ടമായ ഡയറക്ട് സെൽ പറയുന്ന നമ്മുടെ ഈ ബിസിനസ്. അപ്പൊ ഇതിൽ നമ്മൾ തോൽക്കാൻ പാടില്ല. ഇവിടെ തോൽവികൾ സംഭവിക്കുന്നത് TC, ATC, DTC എന്ന് പറയുന്ന ആ പ്രായപരിധിയിലുള്ള ലീഡർമാർക്കാണ് ഇതിന്റെ മടികൾ സംഭവിക്കുന്നത്. ആ മടി നമ്മുടെ ജീവിതത്തിന്റെ പരാജയമാണ്. ഈ TC, ATC, DTCയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ പറ്റിയാൽ പിന്നെ നമ്മൾക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല മക്കളെ. അപ്പോ 2018 കാലത്തിൽ ഞാനിതിൽ കടന്നു വന്നപ്പോൾ 4 ലീഡർമാരെ സൂപ്പറായി കിട്ടിയിട്ടുണ്ടെന്ന് ഉമർ സാറ് സ്വപ്നം കണ്ടപ്പോൾ ഉമർ സാറ് ക്ഷണിച്ചത് ഞങ്ങളുടെ മുപ്പര വസതിയിലേക്കാണ്. സ്വന്തം വസതിയിൽ നിന്നും ഭാര്യയെയും കുട്ടികളെയും മാറ്റി ഞങ്ങൾ കുറച്ച് ലീഡർമാർ ആ വീട്ടിൽ ഒരു രാത്രി മുഴുവൻ എല്ലാവരും പാടെ ഇരുന്ന് സന്തോഷിക്കുകയാണ്. അന്ന് രാത്രിയിൽ അറബികൾ ഇരിക്കുന്നത് പോലെ ഒരു മുസല്ല വിരിച്ചുകൊണ്ട് അവിടെ മച്ചിബൂസും അതേപോലെ തന്നെ തിക്കും കബാബൊക്കെ കൊടുന്നുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തന്നുകൊണ്ട് ഞങ്ങൾ ക്ഷണിച്ചു. ആ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയ ഇറപ്പാണ്. അപ്പൊ അത് കണ്ടപ്പോൾ നമുക്കൊക്കെ മനസ്സിലായി ഇത് നല്ല ടീം, നല്ല ബിസിനസ്, നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന് അന്ന് കരുതി ഇറങ്ങിയ ഇറക്കം ഇന്ന് RTC എന്ന് പറയുന്ന പദവിയിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിഞ്ഞു. അതൊരു മുന്നോട്ടുള്ള യാത്രയായിരുന്നു. എന്ത് ഭക്ഷണം തന്നതെന്ന് എനിക്കറിയാൻ പറ്റൂല. പിന്നെ അവിടുന്ന് അന്ന് മുതൽക്ക് ഇന്ന് വരെ എത്ര വലിയ ലീഡർമാർ ചെയ്തറിഞ്ഞാലും ഇക്കൊരു വിഷയമല്ല, എനിക്കൊരു വഴിയുണ്ട്, അതിൽ കൂടെ ഓടുന്നായിരുന്നു രക്ഷപ്പെടാൻ. ഗൾഫ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഏറ്റെടുത്ത ബിസിനസ് മൈ ലൈഫിന്റെ ബിസിനസ്സാണ്. ഇവിടെ നമ്മൾ തോൽക്കാതിരിക്കണമെങ്കിൽ അത് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. മറ്റൊരു ലീഡർ നമ്മൾ അത് പറഞ്ഞു, മറ്റൊരു ടീം നമ്മൾ അത് പറഞ്ഞു, ഇത് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ല ഈ ബിസിനസ്. ഇവിടെ നമുക്ക് 2 ലെഗ് തന്നിട്ടുണ്ട്. ആ ലെഗിൽ കൂടെ പറന്ന് പന്തലിക്കാൻ സാധിക്കുന്ന ഓരോ ലീഡർമാർക്കും ഉള്ള വിജയമാണ് ഈ കാണുന്ന ബഹുമാനപ്പെട്ട ഉമർ സാറിന്റെ വിജയം. ശരീരത്തിന് നല്ല തണുപ്പുണ്ടെങ്കിലും മനസ്സിന് നല്ല കുളിർമയുണ്ട്, കണ്ണിനും അങ്ങനെ തന്നെയാണ്. ഉമർ ഉസ്താദിൻ്റെ ഈ സന്തോഷത്തിൽ നമ്മളൊക്കെ സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ സമയം കുറേ ആയതുകൊണ്ട് കയറി വരുമ്പോൾ തന്നെ അവിടുന്ന് ഒരു വാണിങ്ങും ഇവിടുന്ന് ഒരു വാണിങ്ങും കിട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഈ സന്തോഷത്തിൽ നമ്മളെല്ലാവരും
എല്ലാ നിലക്കും സന്തോഷിക്കുന്നവരാണ്. ഉമർ ഉസ്താദ് എത്രത്തോളം ആണ് എന്ന് പറഞ്ഞാൽ അത് പറയാൻ പുറപ്പെട്ടാൽ പിന്നെ എനിക്ക് ഇന്നെ തന്നെ പിടിച്ചാൽ കിട്ടൂല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അടഞ്ഞു കിടക്കുന്ന ഒരുപാട് ഭാഗങ്ങളെ നമ്മളിൽ നിന്ന് പിടിച്ചു വലിച്ച് തുറന്ന് നമുക്ക് കാണാത്ത ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തന്ന ആളാണ് ഉമർ ഉസ്താദ്. ഒമനിസ്തവ യൗമാനി ഫഹുവ മഹബൂനുൻ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു പ്രവാചക വചനമുണ്ട്. അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ആളുകൾ എപ്പോഴും അധപ്പതിച്ചു പോകും. അവർ എന്തോ ഒരു കുടുക്കിൽപ്പെട്ടവരാണ്. അവർക്ക് മുമ്പിൽ തുറക്കപ്പെടേണ്ട പലതും അടഞ്ഞു കിടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് എന്നതുപോലെ നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് കയറി വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഇങ്ങനെയാണ് പറയാനുള്ളത്. ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു, കാണാത്ത ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ AI ടെക്നോളജിയുടെ കാലത്ത് മനുഷ്യരൊക്കെ യന്ത്രങ്ങളുടെ മുമ്പിലൂടെ അതല്ലെങ്കിൽ അതിനെ മറികടക്കാൻ അതിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഇവിടെ മനസ്സുകളെ തൊട്ടുണർത്തുന്ന ആളുകളോടുള്ള ബന്ധങ്ങളിലൂടെ എത്ര സന്തോഷമുള്ള ഒരുപാട് അനുഭവങ്ങളാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ സന്തോഷങ്ങൾക്കൊക്കെ കാരണക്കാരനായ എനിക്ക് ഈ ബിസിനസ് തന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമർ സാറിനെ അങ്ങേയറ്റം എല്ലാ അർത്ഥത്തിലും ഒരുപാട് നന്ദി അദ്ദേഹത്തിന് ഈ സമയത്ത് ഞാൻ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ മേഖലയിൽ കടന്നു വന്നതിന് ശേഷം വളരെയേറെ സഹായങ്ങൾ ചെയ്ത ഉമർ ഉസ്താദിൻ്റെ കൂടെ തന്നെ അയ്യൂബ് സാറ്, സാർ സാർ, റമീസ് സാർ, ബിജു സാർ, ബെൽനി സാർ മുതലിങ്ങോട്ട് അതുപോലെ എനിക്ക് യാതൊരു ബന്ധവുമില്ലാതെ ഒരിക്കലും ബന്ധപ്പെടാൻ സാധ്യതയില്ലാതെ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ആ ബന്ധങ്ങളിൽ പലപ്പോഴും സന്തോഷം കൊണ്ട് കണ്ണുനീർ വരും വിധം നമ്മളെ സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒരുപാട് ലീഡേഴ്സ്, പ്രിയപ്പെട്ട ഹരികൃഷ്ണൻ സാറ്, റഫീസ് സാറ്, ധാരാനി ഉസ്താദ് തുടങ്ങി ഒട്ടനവധി ആളുകൾ, അതുപോലെ എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നേക്കാളേറെ വലിയ കഴിവുള്ള, അറിവുള്ള, ശക്തിയുള്ള ഒരുപാട് ആളുകൾ, പ്രിയപ്പെട്ട ബാപ്പുതങ്ങൾ, അതുപോലെ കരീം ദാരിമി ഉസ്താദ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ പേര് പറയുമ്പോൾ പലരെയും വിട്ടുപോകും. അബ്ദുറഹ്മാൻ സാറ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ, എല്ലാവരെയും പറഞ്ഞവരെയും പറയാത്തവരെയും ഒക്കെ നമ്മൾ എത്തിപ്പെട്ട ഈ ഒരു സന്തോഷത്തിൻ്റെ മേഖല നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ലഭിച്ചതാണെങ്കിലും പലർക്കും കിട്ടാതെ പോയ ഒരു അമൂല്യമായ വസ്തുവാണ്. ഇതിനെ നമ്മൾ ഇനി കൂടുതൽ വളർത്തിയെടുക്കുക, ഇത് നമ്മളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് കൂടുതൽ എത്തി നാളുകളിൽ നമ്മൾ അനശ്വരത്വത്തിലേക്ക് നമ്മളിവിടുന്ന് വിട്ടുപിരിഞ്ഞു പോയാലും നമ്മളെ വാഴ്ത്തി പറയുന്ന, നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തൊന്നാണോ അത് ചെയ്തു പോയ ഒരു വിഭാഗത്തിൻ്റെ ലിസ്റ്റിൽ നമ്മളൊക്കെ എത്തിപ്പെടുന്ന ഒരു മേഖലയിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും മുറുകെ പിടിക്കുക, നമുക്കൊക്കെ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എൻ്റെ പേര് റജീന എന്നാണ്. ഈങ്ങാപ്പുഴയാണ് സ്വദേശം. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് ഉമർ ഉസ്താദ് ഒരു മീറ്റിങ്ങിന് വന്ന സമയത്ത് ഒരു എന്താ പറയുക വർക്ക്ഷോപ്പ് നമ്മളെ വനപർവ്വത്ത് വെച്ച് നടത്തിയ സമയത്ത് സാറ് വന്ന ആ ഒരു കോലം എനിക്കിപ്പോഴും അറിയാം. ഒരു മുണ്ട്, ഒരു ജുബ്ബ, ഒരു തൊപ്പി അതിട്ടിട്ടായിരുന്നു അന്ന് സാറ് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് GTS പ്രസൻറ്റേഷൻ ആയിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, മാം എനിക്കിത് നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം എനിക്ക് പറയാൻ കിട്ടുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ മാറ്റമാണ് ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഈ ബിസിനസ്സിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ അന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിത് പറയണമെന്നില്ല, നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് വിജയിക്കാൻ പറ്റും, അത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഉമർ ഉസ്താദ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാൽ പിന്നെ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടല്ലേ. അപ്പോൾ ആ ഒരു പറഞ്ഞു നോക്കലിൽ നിന്നുള്ള മാറ്റങ്ങൾ, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, നമ്മൾ ചിന്തിക്കുന്നതല്ല ഈ മൈ ലൈഫ്. മുൻവിധി ഒന്നും വേണ്ട. കാരണം ഉമർ ഉസ്താദിന് ഇത് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഉമർ ഉസ്താദ് ഇത് ഏറ്റെടുത്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഏറ്റെടുക്കണം. ഉമർ ഉസ്താദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു ടീമിന് മാത്രമല്ല മാതൃകയായിട്ടുള്ളത്, ഞങ്ങളെപ്പോലുള്ള എല്ലാവർക്കും തന്നെ എല്ലാ കാര്യങ്ങളിലും
പൂർണ്ണമായിട്ടും പിന്തുണ തന്നുകൊണ്ട് നമ്മളെ ടീമിനെ വളർത്താൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കും ചെയ്തു തരുന്ന ആ മഹാനായ വ്യക്തിത്വമാണ് നമ്മളെ ഉമർ ഉസ്താദ്. അതുകൊണ്ട് ഉമർ ഉസ്താദിൻ്റെ ഈ വിജയത്തിൽ അകമഴിഞ്ഞ് സന്തോഷിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ബിസിനസ്സിൽ വന്ന ഉടനെ തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ് ഉമർ ഉസ്താദ്. കാരണം അദ്ദേഹം വിജയത്തിൻ്റെ ഒരു തുടക്കത്തിൽ നിൽക്കുന്ന ആ സമയത്ത്, ഉമർ സാറേ നിങ്ങളെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അല്ലെ എന്താണ് ഞാനിതിന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരി, ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഞാൻ വീട്ടിലേക്ക് പോവുകയും എല്ലാ കാര്യവും എനിക്ക് അന്ന് സത്യം പറയുകയാണെങ്കിൽ വാട്സപ്പ് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ടച്ച് ഫോൺ ഉപയോഗിക്കാനോ പോലും അറിയാതെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. പക്ഷേ വാട്സപ്പ് ഉപയോഗിക്കാനും സത്യം പറയുകയാണെങ്കിൽ സ്റ്റാറ്റസ് വെക്കാൻ വരെ അന്ന് എനിക്ക് പറഞ്ഞു തന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ സ്റ്റാറ്റസ് വെക്കുന്നുണ്ട്. അപ്പം അതേപോലെ എല്ലാ കാര്യങ്ങളും ടീം നോക്കാതെ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബിസിനസ് വോളിയം പോലും കിട്ടൂല. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ലവ് ലൈനാണ്. അതുകൊണ്ട് തന്നെ എന്നിട്ടും എല്ലാവരും വിജയിക്കാൻ വേണ്ടി എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്ത് സഹായം ചോദിച്ചാലും ചെയ്തു തരുന്ന, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബുകളിലൂടെയും ഒരുപാട് റിസൾട്ടുകളും ഒക്കെ എല്ലാ ടീമിനും നൽകിക്കൊണ്ട് ആണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ മരുവനോട് മക്കളുമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഓരോ കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റുള്ളവർ നമ്മളെ അനിയന്മാരും നമ്മളെ അനിയത്തിമാരും നമ്മളെ ആങ്ങളമാരും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അപ്പം നമ്മൾ രക്ഷപ്പെട്ടോളും. അതേപോലെയാണ് ഉമർ ഉസ്താദിൻ്റെ ഒരു വിജയം എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഈ ഒരു സന്തോഷത്തിൽ ഒരുപാട് ആശംസകളും സന്തോഷവും അറിയിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തിനെ എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഏതായാലും വളരെ സന്തോഷം എന്ന് മാത്രമല്ല, വലിയ ഒരു അഭിമാന നിമിഷത്തിലാണ് സത്യത്തിൽ ഞാനൊക്കെ നിൽക്കുന്നത്. കാരണം ഞങ്ങളെല്ലാം ലീഡേഴ്സ്, എല്ലാ ആളുകളും ഈ ഒരു ഉമർ ഉസ്താദിൻ്റെ ഈ ഒരു ഈ വളർച്ചയുടെ കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിലപ്പം പല സമയത്തും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്തുകൊണ്ട് ഉമർ ഉസ്താദ് ഇങ്ങനെ വളർന്നു? അദ്ദേഹം യൂട്യൂബിലൂടെ എന്താണ് നമ്മുടെ മോർണിംഗ് മീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണോ? അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ചെറിയ പോസ്റ്ററുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണോ ഇന്നത്തെ ഉമർ ഉസ്താദ് ആയത്? നിങ്ങൾ പല സമയത്തും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഇയാൾക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വളർച്ച ഉണ്ടായി എന്നുള്ളത്? ഞാൻ പറയുന്ന ഒരൊറ്റ കാരണം, എനിക്ക് ഫീൽ ചെയ്തൊരു കാരണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് കുറവുകളുണ്ട്, പരിമിതികളുണ്ട്. ആ പരിമിതികളും കുറവുകളും ചിലപ്പം ഈ ഒരു ലോകത്ത് ചിലപ്പം മറ്റുള്ള ആളുകളെ അളക്കുന്ന സമയത്ത് അത് ചിലപ്പം വലിയ പരിമിതികളായിരിക്കാം. ഒന്ന്, വിദ്യാഭ്യാസ യോഗ്യത ഒരു വലിയൊരു പരിമിതി ആയിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം. ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയില്ലെങ്കിൽ അതൊരു പരിമിതിയായിട്ട് നമുക്ക് തോന്നാം. അങ്ങനെ ഒരു പരിമിതി അദ്ദേഹത്തിനുണ്ട്. ആ ഒരു പരിമിതി അദ്ദേഹം കവർ ചെയ്തു. എങ്ങനെ കവർ ചെയ്തത്? സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് ആ ഒരു പരിമിതി അദ്ദേഹം എന്ത് ചെയ്തു? കവർ ചെയ്തു. പിന്നെ ഇതിൽ എല്ലാ ആളുകൾക്കും ബെൽനിസാറെ പോലെ അല്ലെങ്കിൽ മറ്റ് ലീഡേഴ്സിനെ പോലെ ട്രെയിനിങ് എടുക്കാൻ പറ്റുമോ? എല്ലാ ആളുകളും വലിയ ട്രെയിനേഴ്സ് ആവുമോ? ഉണ്ടോ? ഇല്ല. ഓരോരുത്തരുടെ കഴിവനുസരിച്ചാണ് എന്ത് ചെയ്യുക, അവർക്ക് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് എത്താൻ പറ്റുക. അദ്ദേഹം ആ പരിമിതിയും അദ്ദേഹം ബ്രേക്ക് ചെയ്തു. എങ്ങനെ ബ്രേക്ക് ചെയ്തത്? അദ്ദേഹം ബ്രേക്ക് ചെയ്തത് ആളുകൾ സംസാരിക്കുന്നത് കൃത്യമായിട്ട് യൂട്യൂബിൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വീഡിയോ ആക്കിയിട്ട് അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുകയും നമ്മുടെയൊക്കെ ഗ്രൂപ്പുകളിലേക്ക് അയക്കുകയും ചെയ്തു. ആ പരിമിതി അദ്ദേഹത്തിന് വലിയൊരു ട്രെയിനർ ആവാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം ആ ട്രെയിനിങ്ങുകൾ എടുക്കുന്ന ആളുകളുടെ കഴിവുകൾ അദ്ദേഹം എന്ത് ചെയ്തു? വീഡിയോ ആക്കി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെ അതും ബ്രേക്ക് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അദ്ദേഹത്തിനെ ഇന്നത്തെ ലീഡറാക്കിയ ഏറ്റവും വലിയ ക്വാളിറ്റി, അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹം എന്നെക്കാൾ പ്രായത്തിന് മൂത്ത് നിങ്ങൾക്ക് അറിയാം. ഒരു ചെറിയ ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രായത്തിന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കുറച്ച് പ്രായം കൂടുതലുണ്ടാവും. അത്ര ചിലപ്പം അദ്ദേഹത്തിൻ്റെ മകളുടെ പ്രായം മാത്രമേ ചിലപ്പോൾ എനിക്കുണ്ടാവും. അവിടെയും പക്ഷേ ഒരു ലീഡർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കുമെന്ന് തന്നെ പറയാം.
അദ്ദേഹത്തിൻ്റെ ഒരു അനുസരണ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ലീഡർ എന്ത് പറയുന്നു, ലീഡർമാർ എന്ത് പറയുന്നു, ഈ ഒരു കമ്പനി എന്ത് പറയുന്നു, അതിനെ അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ള വലിയൊരു ക്വാളിറ്റി ഉള്ള ഒരാളാണ് ഉമർ ഉസ്താദ്. എന്നാൽ അദ്ദേഹം കാര്യങ്ങൾ ചോദ്യം ചെയ്യാറുണ്ടോ? ഉണ്ട്. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചോദ്യം ചെയ്യാറുണ്ട്. പക്ഷേ ആ ചോദ്യം ചെയ്യൽ എപ്പോഴാണ്? ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചെയ്യാറുള്ളത്. എല്ലാത്തിനും കുറ്റവും കുറവുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെയൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും അപാകതകൾ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അപാകതകളെയെല്ലാം അദ്ദേഹം പുറത്തേക്ക് വിടാതെ അത് മുകളിലെ ലീഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളോട് ആശങ്കകളൊക്കെ അറിയിക്കും. ആ ഉമർ ഉസ്താദിൻ്റെ കോള് വരുന്ന സമയത്ത് ചില സമയങ്ങളിൽ എനിക്ക് തോന്നി, പടച്ചോനെ ഇതെന്ത് അടുത്ത കച്ചറയാണോ എന്ന് വരെ ഞാൻ വിചാരിക്കുന്ന അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയും അതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതെല്ലാം അദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ മുമ്പോട്ട് നമ്മൾ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക, അത് അങ്ങനെ തന്നെ ടീമിലേക്ക് കൊടുക്കുക. വളരെ കർക്കശ നിലപാടുകാരനായിട്ടുള്ള ആളാണ് ഉമർ ഉസ്താദ് അല്ലേ? എന്നാൽ ആ കാർക്കശിയൊക്കെ പിന്നീട് ഓരോ ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ അലിഞ്ഞില്ലാതെ ആയി. അങ്ങനെ ഇന്ന് കാണുന്ന, അന്ന് ഒരു വെറും അധ്യാപകനായിട്ട് ഈ പറയുന്ന വേഷത്തിലേക്കൊക്കെ മാറുന്നതിന് മുമ്പ് ഉമർ ഉസ്താദ് എന്നോട് പറഞ്ഞ കാര്യം, റമീ സാറേ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഈ തുണിയും കുപ്പായവും എനിക്ക് മാറ്റാൻ പറ്റൂല എന്നൊരു നീളക്കുപ്പായം, ആ കുപ്പായവും തുണിയും മാറ്റാൻ പറ്റൂല. പിന്നെ അദ്ദേഹം എല്ലാം മാറി അദ്ദേഹം പറഞ്ഞു, മീറ്റിങ്ങിന് വരുമ്പോൾ ഞാൻ എൻ്റെ തുണിയും കുപ്പായം ഇട്ട് വരും, ഞാൻ ഉള്ളിലേക്ക് കയറുമ്പോൾ വേണമെങ്കിൽ കുറച്ചൊന്ന് മാറ്റാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെ പഴയ വേഷത്തിലേക്ക് കാണാൻ എന്ന് പറയുന്നത് വീട്ടിൽ പോയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ പഴയ വേഷത്തിലേക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ പുറത്ത്? ഇല്ല. ഈ പറഞ്ഞ നേരത്തെ അലികുനു സാർ പറഞ്ഞ ഏതോ ഒരു വലിയ അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനിയുടെ CEO MD ഒക്കെ നിൽക്കുന്ന പോലെ ഈ ഒരു വേഷത്തിലേക്ക് അദ്ദേഹം മാറിയത് എന്തുകൊണ്ടാണ്? അനുസരണശീലം കൊണ്ടാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അനുസരണയുള്ള ആളുകളായി മാറിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും നിങ്ങൾ ലീഡേഴ്സിനെ അങ്ങനെ തന്നെ പിൻപറ്റണം എന്ന് നിങ്ങൾക്ക് അങ്ങനെ പിൻപറ്റി പോവണം എന്ന് നിങ്ങൾക്ക് അല്ലെ ഞാൻ അങ്ങനെ പിൻപറ്റും നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? പല ആളുകൾക്കും അത് ഉറപ്പില്ല. പക്ഷെ അവിടെ നിങ്ങൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൃത്യമായിട്ട് നല്ല കാര്യങ്ങൾ നിങ്ങൾ പിൻപറ്റുക. അതൊരിക്കലും ഒരു ലീഡർ, നല്ലൊരു ലീഡർ ഒരിക്കലും മോശമായിട്ടുള്ള തൻ്റെ കുഞ്ഞുങ്ങൾക്ക്, തൻ്റെ ടീമിലുള്ള ആളുകൾക്ക് ദോഷം വരുന്ന ഒരു കാര്യം പോലും അവരെന്ത് ചെയ്യില്ല, താഴേക്ക് പറയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ചോളൂ. കണ്ണുമടച്ച് വിശ്വസിച്ചോളൂ. അങ്ങനെ കണ്ണുമടച്ച് നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ സംസാരിച്ച ലീഡേഴ്സിനെ പോലെ വലിയ ലീഡർഷിപ്പിലേക്ക്, വലിയ വരുമാനത്തിലേക്കൊക്കെ മാറാൻ പറ്റും. കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഉമർ ഉസ്താദ് എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യുക, ഞങ്ങൾ വിളിക്കും. അപ്പോൾ പല സമയത്തും ചിലപ്പോൾ ബിജു സാറിനോട് നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ, ബെല്ലി സാറിനോട് നേരിട്ട് പറയാൻ പറ്റിയില്ല, അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ആൾ ഞാനാണ്. അപ്പോൾ എന്നെ വിളിക്കുക, എന്നെ വിളിച്ചിട്ട് എന്നോട് പറയും, റമീ സാറേ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് ബെല്ലി സാറോട് പറയോ, അല്ല ബിജു സാറോടൊന്ന് സംസാരിക്കോ എന്ന് ചോദിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് വിളിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, ഒരു കുറച്ച് അധികം ബഹുമാനം ഉള്ള ഒരാളാണ് ഉമർ ഉസ്താദ്. ഈ ആവശ്യത്തിൽ അധികം ബഹുമാനിക്കുന്നതെന്ന് അദ്ദേഹത്തിനോട് പറയാറുണ്ട്. അദ്ദേഹം ആ ഒരു എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം അത് മാറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്, നമുക്ക് പുതിയൊരു വണ്ടി, ഒരു കാറ് ഒന്ന് മാറ്റണം എന്നുണ്ട്, ഞാൻ ഏതാ എടുക്കേണ്ടത് എന്ന് എന്നോടൊരു അഭിപ്രായം ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് സാക്ഷാത്കരിക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങൾ, നിങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പറ്റിയിട്ടുള്ള ഏത് വണ്ടിയാണോ വേണ്ടത് ആ വണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക, വാങ്ങുക എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് കാരണം ഈ ഒരു ബിസിനസ്സിൽ അദ്ദേഹം നേരത്തെയുള്ള അദ്ദേഹത്തിൻ്റെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് ബെല്ലി സാറൊക്കെ പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെയുള്ള ഒന്നാണ്. പക്ഷെ അദ്ദേഹം മാറി ഒരു ബിസിനസ്സിലേക്ക്, വലിയ വരുമാനത്തിലേക്കൊക്കെ മാറിയപ്പോൾ, അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ള. അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. സാധിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന ഈ ഒരു ബിസിനസ്സിനെ ജീവന് തുല്യം സ്നേഹിച്ചു എന്നുള്ളതാണ്.
അപ്പോൾ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. മറ്റുള്ളവരുടെ പല ആളുകളും പറയാറുണ്ട്, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് മരിക്കുന്നത് വരെയല്ല ജീവിക്കാൻ പറ്റുമെന്ന്. മരിക്കുന്നത് വരെ അല്ല ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവരുടെ മനസ്സിൽ നൂറ്റാണ്ടുകളോളം ജീവിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ജീവിതത്തിൽ വെളിച്ചമുണ്ടാക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് പോവുക. അങ്ങനെ സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു കമ്പനി നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുക. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഉമർ ഉസ്താദ് ഈ ഒരു ലെവലിൽ നിന്ന് വളരെ ഫാസ്റ്റായിട്ട് അടുത്ത റാങ്കിലേക്കും വലിയ വലിയ നേട്ടങ്ങളിലേക്കും പന്നൂരിൽ എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറട്ടെ, മാതൃകാപരമായിട്ടുള്ള ഒരു വ്യക്തിയായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. താങ്ക് യു. വർഷം മുന്നേ ഈ ഒരു ബിസിനസ് അവസരം എന്നെ പരിചയപ്പെടുത്തത് എൻ്റെ അനിയൻ തന്നെ. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് നമ്മുടെ വിജയൻ സാറാണ്. അതേപോലെ തന്നെ നമ്മുടെ ബെന്നി സാറ്, ശൈലേഷ് സാറ്, ഒരുപാട് ആളുണ്ട്. പക്ഷെ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ഉമർ ഉസ്താദിനെ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കണ്ട സമയത്ത് ഇന്നത്തെ ഒരു വ്യത്യാസം നമുക്ക് കാണാം അല്ലേ? ഇന്ന് കണ്ടില്ലേ, അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് എന്തോ മനസ്സിനൊരു പ്രത്യേകത തോന്നുന്നുണ്ട്. നിങ്ങളുടെ വരുന്ന സമയത്ത് കാണാൻ പറ്റും, ബാക്കിൽ തിരിഞ്ഞു നോക്കുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും പെടുന്ന അടുത്ത റാങ്കിലേക്ക് എത്താനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും എല്ലാ ആരോഗ്യ ഇതായിരിക്കും നേരുന്നു എന്ന് മാത്രം പറഞ്ഞു ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഓക്കെ, ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. നമ്മളൊക്കെ ഒരു ആദരണീയനായിട്ടുള്ള ഉമർ ഉസ്താദിൻ്റെ കോണ്ടിനെൻ്റൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു റാങ്ക് അച്ചീവ്മെൻ്റ് ആണ്. ഒരുപക്ഷെ ബിസിനസ് വ്യക്തമായി ബിസിനസ് ആദ്യമായിട്ട് കേൾക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എന്താണ് ഈ ഒരു കോണ്ടിനെൻ്റൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മളെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ബിസിനസ് 5 കോടി ബിസിനസ് ബ്രാഞ്ച് 1-ലും 5 കോടി ബിസിനസ് ബ്രാഞ്ച് 2-ലും ടോട്ടൽ ഒരു ഏകദേശം ഒരു 15 കോടിൻ്റെ അടുത്ത് ടോട്ടൽ ബിസിനസ് കളക്ട് ചെയ്ത് എത്തിച്ചേരുന്ന ഒരു റാങ്കാണ്. മനസ്സിലാവുന്നുണ്ടോ? 15 കോടിയിലേറെ പുറമെ ഒരു പരസ്യമോ ഇടനിലക്കാരനും ഇല്ലാതെ ഇത്രയും വലിയ രീതിയിൽ വോളിയം ജനറേറ്റ് ചെയ്യണേ എന്ത് ചെയ്യണം? ഒത്തിരി നന്മകൾ എന്ത് ചെയ്യണം? നാട്ടിൽ പരക്കണം. വേണോ വേണ്ടിയോ? മീൻസ് ഒത്തിരി റിസൾട്ടുകൾ ഉണ്ടാവണം. ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഈ ബിസിനസ് ഏറ്റെടുത്ത ആളുകളുടെ ജീവിതത്തിൽ വലിയ സക്സസ് ഉണ്ടാക്കണം, വലിയ റിസൾട്ട് ഉണ്ടാക്കണം. ഒരു പരാതി ഇല്ലാതെ അതങ്ങനെ ഒഴുകി നടക്കണം. ശരിയാണല്ലോ? അതിന്റെ ടോട്ടൽ ബെനിഫിറ്റ് ആണ് ആ കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ പദവി. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ ശക്തമായ ഒരു കൈയടി, ഹൃദയത്തിൽ നിന്നുള്ളൊരു കൈയടി അടിച്ചുകൊണ്ട് നമുക്ക് ആദരണീയമായിട്ടുള്ള നമ്മളൊക്കെ മോട്ടിവേറ്റിംഗ് ലീഡർ ആയിട്ടുള്ള ഉമർ സാറിനെ ഈ വേദിയിലേക്ക് സദർശം സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അദ്ദേഹത്തിന് ആദരിക്കുന്ന റീജിയണൽ RTCFO എല്ലാ ലീഡേഴ്സിനെയും ഈ വേദിയിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുകയാണ്. റീജിയണൽ ടീം കോർഡിനേറ്റേഴ്സിന്റെ RTCFO ലീഡേഴ്സ്. Mix is the mix, is the man, is the man, on, mix is the mix is the man on. ആദരിക്കുന്നതിന് വേണ്ടി ഓക്കെ ഒരു ശക്തമായ കൈയ്യടി എല്ലാവരും ഹൃദയത്തോടും. Night mix.
Mix into the bottom, mix into the bottom, drop into the bottom. Whoa, mix into the bottom, mix into the bottom, drop into the bottom. Whoa, mix into midnight. Oh, and I don't wanna whine. Mix into midnight. Oh, and I don't wanna whine. ലാസ്റ്റാണ് എന്നോടൊക്കെ സ്പീഡാക്കണം സാർ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കാര്യം പറയും, എല്ലാവരും പറഞ്ഞു ഉമർ ഉസ്താദിനെ ബഹുമാനിച്ച് ആദരിച്ച് സംസാരിച്ചവരൊക്കെ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് CTCയിൽ നിന്നും അടുത്ത റാങ്കിലേക്ക് എത്തിക്കട്ടെ എന്നല്ലേ. എന്നാൽ ഞാൻ പറയുന്നു ഞങ്ങൾ അടുത്ത് തന്നെ അദ്ദേഹത്തെ ITC ആക്കുമെന്നാണ്. ഉമർ ഉസ്താദ് എന്ന വ്യക്തിക്ക് ഒരു കഴിവില്ലാത്ത ആളാണ് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനെ ഈ വിജയത്തിൽ എത്തിച്ച ഒരു ശക്തിയുള്ള ഒരു ടീം, കഴിവുള്ള ടീം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രത്യേകമായിട്ട് എല്ലാവരും ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഒരു വിഷയം നമുക്കൊക്കെ കിട്ടാനുണ്ട് ഈ സംഭവത്തിലൂടെ. NTC ആയാലും STC ആയാലും അങ്ങോട്ട് മേപ്പെട്ട് പോകുന്നതിനനുസരിച്ച് ഇതുപോലത്തെ സെലിബ്രേഷനുകൾ എല്ലാവർക്കും കിട്ടും. ഇത് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ വലുപ്പം എത്രയെന്നുള്ളതും ഇതിൻ്റെ ഒരു സന്തോഷം നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അത് നേടിയെടുക്കാൻ എല്ലാവരും ആശ്രാന്ത പരിശ്രമം നടത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈലഫ്റ്റന്മാർക്ക്. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മഹല്ല് പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ നാട്ടിലുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാതെ പോകും. അല്ല, ഈ പ്രോഗ്രാം ശരിക്കും അവിടെ നടത്തേണ്ടതെന്നുള്ളത് അല്ലേ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മലപ്പുറം ഏരിയയിലുള്ള ആളുകൾ, കാരണം ഇവിടെ ഉമർ സാറിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ടീമുള്ളത് മലപ്പുറം ഏരിയയിലാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു നിശ്ചിത റാങ്ക് മുതലേക്കുള്ള ആളുകൾ, ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഇവിടെ സംഗമിച്ചിട്ടുള്ളൂ. കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ നമ്മളെ ഏരിയയിൽ ഒരുപാട് പേരുണ്ട്. ഞാൻ കൊടുവള്ളിക്കാരനാണ്. അപ്പോൾ അവിടെ നമ്മൾ അടുത്തായിട്ട് തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാം അവിടെ നടത്തും. അത് മറ്റൊരു അച്ചീവ്മെൻറ്റോട് കൂടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള 2 വാക്കിൽ ഉമർ സാറിനെ ഞാൻ കാണുന്നത്, ഞാനും ഷായർ സാറും കൂടെ എൻ്റെ തുടക്ക സമയത്ത് ഒരു തങ്ങളെ കൂടെയുള്ള ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടു. ഷായർ സാറിന് ആദ്യം പരിചയമുള്ള വ്യക്തിയാണ്. കാരണം അദ്ദേഹം എല്ലാ നെറ്റ്വർക്കിലും ഐഡിയ അടിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ ഒന്നും ചെയ്യാറില്ല. ഏതായാലും ഒരുപാട് നമ്പേഴ്സ് എനിക്കിങ്ങനെ വിട്ടുതരും, കുറേ ആളുകൾ വിളിക്കാൻ പറയും, ഞാൻ കുറേ ആളുകൾ വിളിക്കും. അങ്ങനെ അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്ന് ഉമർ സാറിൻ്റെ മരുമകനായിട്ട് ഇവിടെ സ്റ്റേജിൽ കയറിയുള്ള ഷമീർ ഉസ്താദ്. അദ്ദേഹം ഒരു പള്ളിയിൽ ജോലി ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഓരോ പ്രൊഡക്റ്റുകൾ പറയുന്ന സമയത്ത് എത്തിച്ചു കൊടുക്കും. അതിലൊരു പ്രൊഡക്റ്റ് എന്നെ വലിയൊരു ടീമിലേക്ക് എത്തിച്ചു. അത് അദ്ദേഹത്തിൻ്റെ വൈഫിന് കൊടുത്ത വുമൺ കമ്പാനിയൻ എന്നൊരു പ്രൊഡക്റ്റായിരുന്നു. അതിനുശേഷം ഉമർ സാർ ഇതിനെ വ്യക്തമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ 15 കോടി ടേൺ ഓവർ ഒരു ഭാഗത്ത് എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ കൊണ്ടുവന്നെത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് നമ്മുടെ നാട്ടിൽ കച്ചവടം നടക്കുന്ന ഹൈപ്പർ മാർക്കറ്റുകളിൽ പോലും നടക്കുന്നതിനേക്കാൾ കൂടുതൽ ടേൺ ഓവർ അദ്ദേഹത്തിന് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു വ്യക്തിയിൽ കൂടെ ഇത്രയേറെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്, ഒന്ന് കമ്പനീൻ്റെ പ്രോഡക്റ്റ്, അതിൻ്റെ ക്വാളിറ്റി, മറ്റൊന്ന് അതിൻ്റെ സിസ്റ്റം, ഏറ്റെടുക്കുന്ന ആളുകളുടെ മനോഭാവം. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ബാബക്ക പറഞ്ഞ പോലെ മദ്രസ സമയത്ത് പോലും ആ ഒരു ആത്മാർത്ഥത കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു ലൈഫിൽ. ഇനിയും ഒരുപാട് അടുത്ത റാങ്ക് ആയിട്ടുള്ള ITC റാങ്ക് എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് മൈ ലൈഫ് സ്റ്റൈൽ. പേര് ഷാഹിർ എന്നാണ്, സ്വദേശം പൂനൂരിലാണ്. ഉമർ സാർ പന്നൂരാണ്. അടുത്ത പ്രോഗ്രാം പന്നൂരിലാണ്. അത് ITC പ്രോഗ്രാമാണ്. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുറ്റത്തെ മുല്ലക്ക് നല്ല മണമുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഉമർ സാർ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ആദ്യം ഇവർക്ക് നന്ദി പറയേണ്ടത് ആ മദ്രസ ഒഴിവാക്കിയ പ്രസിഡൻറ്റും സെക്രട്ടറിയാണ്. അവരന്ന് ഒഴിവാക്കിയില്ലായിരുന്നേ ഉമർ സാർ എന്നൊരു CTCയെ ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. ആ മദ്രസ ഇറങ്ങിയതിന് ശേഷം അയാൾ ചിന്തിച്ചത്, ഒരുപാട് മദ്രസ അധ്യാപകന്മാരുണ്ട്, അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഉമർ സാർ ഒരു മാറ്റം ഉണ്ടാക്കിയത്. അതിൻ്റെ മുന്നിൽ നിന്നതാ. ഞാൻ വെറുതെ ഈ അദ്ദേഹത്തിൻ്റെ വരുമാനം അന്ന് 7000 രൂപ എന്ന് സാറ് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ചിന്തിച്ചത്, അയാൾക്ക് ഒരു മണിക്കൂറിൽ കിട്ടിയത് 4 പൈസ മദ്രസയിൽ നിന്നാൽ. ഇന്ന് അദ്ദേഹം
CTC എന്ന് പറഞ്ഞാൽ ഏകദേശം 75 ലക്ഷത്തിന് മേലെ, 3/4 കോടിക്ക് മേലെ 5 വർഷം കൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കി. അങ്ങനെ നിങ്ങൾ അരിച്ചു നോക്കിയാൽ ഒരു മാസത്തിൽ 1.5 ലക്ഷത്തിൻ്റെ മേലെ ഒരു ദിവസത്തിന് നിങ്ങൾ അരിച്ചു നോക്കിയാൽ 24 മണിക്കൂർ കൊണ്ട് അരിച്ചു നോക്കിയാൽ ഒരു മണിക്കൂറിൽ 174 രൂപ വാങ്ങുന്ന ആളാണ് ഉമർ സാർ. അദ്ദേഹത്തിന് ഇതിലേക്ക് മാറ്റിയത് ഈ ഒരു ഇൻഡസ്ട്രിയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അദ്ദേഹം ഇവിടെ കാണിച്ച എവിടെ അപ്ലൈനോ ഡൗൺലൈനോ ഒന്നുമല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കാനും എല്ലാവരും രക്ഷപ്പെടാനും ഒരുപാട് ആളുകളെ മുമ്പിലേക്ക് ഈ അവസരം കൊടുക്കാനും. ഇന്ന് മദ്രസ അധ്യാപകന്മാരെ ഒരുപാട് ആളുകൾക്ക് 7000 3000 ഒക്കെ ഉള്ള സമയത്ത് അവർക്ക് 500 1000 2,10,000 ഒക്കെ വാങ്ങാൻ വേണ്ടി ഒരു കാരണക്കാരനായ ആളാണ് ഉമർ സാർ. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അദ്ദേഹത്തിന് ഒരുപാട് നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അടുത്ത റാങ്കിലേക്ക് ഫാസ്റ്റായിട്ട് അച്ചീവ്മെൻറ്റ് നേടിക്കൊണ്ട് ആ അടുത്തൊരു CTC പ്രോഗ്രാം കൊടുവള്ളി കേന്ദ്രീകരിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ഞങ്ങൾ നടത്തും. എല്ലാവർക്കും അഭിനന്ദനം നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, അസ്സലാമു അലൈക്കും. വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വലിയ പ്രതീക്ഷ നൽകിയ ഉസ്താദാണ് നമ്മുടെ സ്വന്തം പൂനൂരിൻ്റെ മുത്ത് ഉമർ ഉസ്താദ്. സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ, ഈ ബിസിനസ്സിൻ്റെ പ്രാധാന്യം ഉള്ളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമാണ്, പ്രത്യേകിച്ച് ഉസ്താദ് കുമാറിലേക്ക്. അങ്ങനെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അത്രയും ആളുകൾക്ക് വെറുപ്പാണ്. ഇത് അറിയുന്ന ആളുകളാണ് വാരിപ്പുണരുന്നത്. നമ്മളെ സമൂഹത്തിൽ നെറ്റ്വർക്കിൽ നിന്ന് കേൾക്കുമ്പം തന്നെ ആളുകൾ അന്നപ്പം കൈ എവിടെ വെക്കുക ഇങ്ങനെ പറയും. ഞാൻ ഈ ബിസിനസ് അവസരത്തിലേക്ക് വന്നത് നൊയഞ്ഞു കയറിയ മൈ ലൈഫ് എന്ന കമ്പനിയിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചില്ലായിരുന്നു. ആ സമയത്ത് എന്നെ നൊയഞ്ഞു കയറ്റാൻ പ്രേരിപ്പിച്ചത് നമ്മുടെ താമരശ്ശേരിയുടെ മുത്ത് ബെൽനി സാറാണ്. അദ്ദേഹത്തിലുള്ള വിശ്വാസവും ബന്ധം കൊണ്ട് മാത്രമാണ്. നെറ്റ്വർക്ക് ഒരിക്കലും വിജയിക്കില്ല. ഒരു സാധാരണക്കാരനെ മോഹിപ്പിച്ച് പൈസ പോക്കുന്ന മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്നില്ലേ. അത്യാവശ്യം വീടുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ പേടിച്ചു പോയത് സമൂഹത്തിലെ ഏറ്റവും നല്ല ആളുകൾ, ഡോക്ടറും എഞ്ചിനീയറും വക്കീലടക്കം ഈ മേഖലയിൽ വന്നിട്ട് പേടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ സമൂഹത്തിൽ എങ്ങനെ ബോധവൽക്കരിക്കുക? അവിടെയാണ് വിജയിച്ച് കാണിച്ചു കൊടുക്കല്. സമൂഹത്തിൽ ഏറ്റവും വലിയ അസറ്റായിട്ട് മാറുന്നത് ഒരു മേഖലയിൽ വന്നിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി വിശ്വാസം അർപ്പിച്ച് വിജയിച്ച് കാണിക്കൽ. അതാണ് ഇവിടെ സംഭവിച്ചത്. അതല്ലേ ഉമർ ഉസ്താദ്? ആ കമ്മിറ്റ്മെന്റ് ചെയ്യുന്ന മേലെ ഏത് തന്നെയാണെങ്കിലും ദൈവവും പിശാചും നമ്മുടെ ഉള്ളിലുണ്ട്. ഇബ്ലീസ് എവിടെയുള്ളത്? ദൈവം എവിടെയുള്ളത്? നമ്മൾ ഏത് തീറ്റ കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നെഗറ്റീവാ. പോരായ്മ എല്ലാവർക്കും ഉണ്ട്. പോരായ്മയുള്ള ജീവിയുടെ പേരാണ് മനുഷ്യൻ. പോരായ്മ ഇല്ലാത്ത നമ്മൾ വിളിക്കുക എന്താ? ദൈവം. പോരായ്മ മാത്രമുള്ള ആളാണെങ്കിലോ നമ്മൾ പറയും പിശാച്, ഇബ്ലീസ്. ഇത് പിടിക്കരുത്. ഈ ബിസിനസ്സിൽ മോട്ട് കയറുമ്പം ഞാൻ എന്ന ഭാവം വരും. അത് വരും. എനിക്കുണ്ടായിരുന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് മുമ്പേ മാർക്കറ്റിംഗ് നന്നായിട്ട് ചെയ്ത് മുകളിൽ കയറിയ അഹങ്കാരം കൊണ്ട് ഞാൻ ബെല്ലിസാറോട് പറഞ്ഞത്, ബെല്ലി സാറേ, ഈ പ്രൊഡക്റ്റ് ഒരിക്കലും ഒരു സാധാരണക്കാരന് പോയിട്ട് നമ്മുടെ വീട്ടിലെ ഒരാൾ പോലും യൂസ് ചെയ്യില്ല, മേടിക്കും, അത് ബന്ധം കൊണ്ട് മാത്രമാണ്, മേടിക്കുന്ന സാധനം യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്താളാ ഞാൻ. ഇനി ഒരു വിഷമം നെറ്റ്വർക്കിൽ പാടില്ല. അങ്ങനെ എന്റെ മനസ്സിലേക്ക് തോന്നാൻ കാരണം എന്താ? ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് മുകളിൽ കയറിയിട്ട് താഴെ വീണ ആളാ. അവിടുന്ന് കല്യാണ ജില്ലയിൽ കയറി മാനേജറായ ആളാ. അതിന് ഒരു നാട്ടിൽ നമുക്കൊരു പേര് ദോഷം ഉണ്ടാകാൻ പാടില്ല. എന്റെ നാട്ടുകാരൊക്കെ ഇത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഷമം എനിക്കുള്ളത് കൊണ്ട് ബെല്ലി സാറിനെ പോലും നെഗറ്റീവ് ആക്കുന്ന ലെവലിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. അവിടെയാണ് എനിക്ക് ബോധിപ്പിച്ചു തന്നു, വിജയിച്ച് കാണിച്ചു തന്നു ബെല്ലി സാറ്. പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ജീവിതത്തിലെ മാറ്റം. സാറേ, ക്യാൻസറിന് പോലും അങ്ങ് പോയ ആള് തിരിച്ചു വന്നു. സ്ട്രോക്ക് വന്നിട്ട് കൈയിന്റെ വിരല് പോലും അനങ്ങാത്ത വ്യക്തി ഇന്ന് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്ന നിങ്ങളുടെ നാട്ടിലുണ്ട്, മലപ്പുറം ജില്ലയിൽ. സാധാരണക്കാരന് അത്ര ലെവലിലേക്ക് മാറ്റമുണ്ടാക്കിയ പ്രൊഡക്റ്റ് ഇത് കാണിച്ചു തന്ന സമയത്ത് അതിലേറെ എനിക്ക് സന്തോഷിച്ചത് ബെല്ലി സാർ ഇൻകമാണ്. വീക്കിലി ഇൻകം. സമ്പത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഗൾഫിൽ പോയിട്ടാ. ചോര നീരാക്കി കേരളത്തിൽ ഇങ്ങനെ സമ്പത്തുണ്ടാക്കി കൊണ്ടുവന്നത്. അവിടെ ഈ നമ്മളെ മാറ്റം കാണിച്ച് 210 കാണിച്ച സമയത്ത് എന്റെ പോരായ്മ ചൂണ്ടിക്കാണിച്ചു. ബിജുവേ, നീ കല്യാൺ ജ്വല്ലറി ഇന്ന് മോൾട്ട് കയറും, പക്ഷേ നീ നരകിച്ച് മരിക്കടാ എന്ന് ഫാമിലിന് മുമ്പ് പറയാനുള്ള ചങ്കൂറ്റം ലീഡർ കാണിച്ചു. അത് കാണിച്ച സമയത്ത് എനിക്ക് തോന്നി സത്യമാണ്. കാരണം എന്താ? ഡയമണ്ട് പടയം വെക്കാൻ പറ്റൂല. സാറെ കൊണ്ട് ഡയമണ്ട് എടുപ്പിച്ച് എന്താ സംഭവിക്കുക?
സാറിനൊരു അത്യാവശ്യ പ്രശ്നം വരുമ്പം ഗോൾഡ് ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് പണയം വെക്കാം. ഇതുപോലും ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ മേടിപ്പിച്ചാൽ വിഷമം വരൂലേ? അതെനിക്ക് അറിയുന്ന സമയത്ത് ഇത് എന്നെ ശരിക്കും പറഞ്ഞു തന്നു. ഈ സമയത്ത് ഞാൻ ഇത് പഠിക്കാൻ തീരുമാനിച്ചു. ആ പഠിത്തൻ്റെ കോൺഫിഡൻസ് കൂടി. അങ്ങനെ വന്ന് നല്ല ബന്ധം ഉണ്ടാക്കി വന്ന സമയത്താണ് ബിജു BKയും ITC ആയത്. അതിൽ ഒരു ഉമർ സാറിന് മാത്രം 15 കോടിൻ്റെ മുകളിൽ ബിസിനസ് വന്നു. അത് കെയർ ഓഫിന്റെ സാറ് പറഞ്ഞില്ലേ, കെയർ ഓഫിൽ വരുന്ന വിത്ത് ഇവിടെ നമുക്ക് ഈ ബിസിനസ്സിൽ വന്ന പലർക്കും ഞാൻ കാണുന്നത് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ബന്ധുക്കൾ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ബന്ധുക്കളെല്ലാവരും മനസ്സിന്ന് മരിച്ചുപോയി. ആ മഹൽ ആരും ബന്ധുവായിട്ടില്ല. ക്ലാസ് പഠിച്ച ബെഞ്ച് മാത്രമേ ഓർമ്മയുള്ളൂ. അതെന്തുകൊണ്ടാ? നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോട് പറയാനുള്ള പേടി എന്തുകൊണ്ടാ? നമ്മൾ ഇതേപോലത്തെ ഒരുപാട് കമ്പനിയിൽ വന്നിട്ട് ഇതും അതുപോലെ തന്നെയാണ് പേടിച്ചു പോയി. അവിടെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയാണ് പഠിക്കേണ്ടത്. അങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. എൻ്റെ മനസ്സിൽ ഉമർ ഉസ്താദ് ITC എന്നൊക്കെ പറഞ്ഞ സ്മോൾ ചോക്ലേറ്റാ, ക്രൗൺ അംബാസിഡർ. ഈ കമ്പനിയിൽ എൻ്റെ മനസ്സിൽ ഉമർ ഉസ്താദ് ക്രൗൺ അംബാസിഡർ ആയി കഴിഞ്ഞു. കമ്പനിയിൽ ഏറ്റവും വലിയ റാങ്കാ. ക്രൗൺ അംബാസിഡർ ആയി കഴിഞ്ഞുള്ള മേറ്റം എന്തറിയോ? കമ്പനിയുടെ MD പറഞ്ഞത് പെർ മന്ത്, വീക്കിലി അല്ല കേട്ടോ, പെർ മന്ത് 1 കോടി വരുമാനം തന്നേക്കാൻ. ക്രൗൺ അംബാസിഡർ കമ്പനിയിൽ ഇപ്പൊ മുബീൻ മുഹമ്മദ് സാറൊക്കെ മന്ത്ലി വരുമാനം 1 കോടി 7 ലക്ഷം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മേഖല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലോകത്ത് ഏറ്റവും വലിയ ആശയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഫിനാൻഷ്യൽ ഫ്രീഡവും ടൈം ഫ്രീഡവും, സമയമുള്ളവർക്ക് സമയമില്ല, സമയമുള്ളവർക്ക് കഴിവുമില്ല, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അവിടെ മാറ്റമുണ്ടാക്കുന്ന, വിപ്ലവം ഉണ്ടാകുന്ന ഈ പ്രസ്ഥാനത്തിൽ വന്ന് വലിയ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്. ഞാൻ ഈ ഒരു പ്രോഗ്രാമായി കണക്ട് ആകുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ എന്നെ ഉമർ സാർ വിളിക്കുന്നു. സുജയ് സാറേ, എൻ്റെ ഒരു CTC സെലിബ്രേഷൻ ഉണ്ട്, സാർ അതിൽ എന്തായാലും പങ്കെടുക്കണം. ഒരുപാട് ആളെയൊന്നും വിളിക്കുന്നില്ല, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പേരെ ഞാൻ വിളിക്കുന്നുണ്ട്. സാറിൻ്റെ ടീമിലല്ല ഞാൻ, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒന്നും പറയാതെ, ഇവിടത്തേക്കുള്ള ദൂരമോ ഒന്നും പറയാതെ ഞാൻ പറഞ്ഞു. കാരണം കഴിഞ്ഞ 1 വർഷം മുന്നേ എൻ്റെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ അത്ര ദൂരേന്ന് സ്വന്തം ടീമിൽ പോലും അല്ലാത്ത, സ്വന്തം ലീഡർ പോലും ഇല്ലാത്ത സുജേഷിന്റെ വീട്ടിലേക്ക് സ്വന്തം കാറിൽ ടീമുമായിട്ട് കയറി വന്ന ഒരാളാണ് ഉമർ സാർ. അപ്പൊ ആ നന്ദി മാത്രമല്ല, ആ ഒരു സ്നേഹം നമ്മൾ എന്ത് ചെയ്യണം, കാണാൻ വേണ്ടിയോ. ഇപ്പൊ തന്നെ 3ഓളം വ്യക്തികൾ, മഹലിന്റെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ അവരുടെ സ്വന്തം വാഹനത്തിൽ ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേർന്നു. ആ ഒരു നല്ല മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം, കാണണം. ഒരു വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത് എന്താ? ഞാൻ മനസ്സിലാക്കുന്ന ഒരു നല്ല മനുഷ്യനാവുക എന്നാണ്. പൈസയോ പണമോ ഒന്നുമല്ല. അതിന് നല്ല മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മളെ എവിടെയും എന്ത് ചെയ്യും, പൊക്കിക്കൊണ്ടുപോകും. ശരിയാണല്ലോ? ആ രീതിയിൽ സാറിന്റെ ക്ഷണം ഞാൻ സ്വീകരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സാർ എന്നോട് സുരേഷ് സാറേ, ആ ഒരു പ്രോഗ്രാമിൽ സാറിനൊന്ന് MC ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ വരുന്നുണ്ട്, എനിക്ക് എന്താ ബുദ്ധിമുട്ട്, ഞാൻ ഓക്കെ. അപ്പോൾ ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ ബിസാറിന്റെ വീട്ടിൽ വന്നു, വണ്ടിയോട് വെച്ച് സാറിന്റെ കാറിലാണ് എന്ത് ചെയ്യുന്നത്, കൃത്യം സമയത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു. അത് ഈ ഒരു ടീമിനോടുള്ള ഒരു സ്നേഹവും അദ്ദേഹത്തിനോടുള്ള കടപ്പാടും കൊണ്ടാണ്. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു ടീം നേരായ വഴിയിലാണ്. നിങ്ങൾ നാളത്തെ രാജാക്കന്മാരാണ്, ഒരു തർക്കവുമില്ല. കാരണം എന്താ, ആരാ നയിക്കുന്നത്? അത് ബെല്ലി സാറിന്റെയും ബി സാറിന്റെയും മെന്ററിങ്ങില് ഷാഹിർ സാറ്, അയ്യൂബ് സാറ്, ഉമർ സാറ്, അതുപോലത്തെ ഒരുപാട് ലീഡേഴ്സിന്റെ നിയന്ത്രണത്തിൽ ശക്തമായ ഒരു ടീമായിട്ട് നിങ്ങൾ വളരും. ടീം എക്സോറ എന്ന് പറയുന്ന എക്സോറ എന്ന പ്രോഗ്രാമിൽ ഏറ്റവും വലിയ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തികളായിട്ട്, ടീമായിട്ട്, അച്ചീവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഇത്രയും വലിയൊരു മനോഹരമായ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചെന്ന തന്റെ ഫാമിലിക്കും തന്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നന്ദി പറയാനുള്ള അവസരം നമ്മൾ എന്ത് ചെയ്യാണ്, ഉമർ സാറിന് കൊടുക്കുകയാണ്. എന്തായാലും ആ നന്ദി പറയുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് നിറഞ്ഞ ഹർഷാരവത്തോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാം. ശക്തമായ കൈയടി. ആ ടീമിന്റെ സ്നേഹം കണ്ടോ നിങ്ങൾ? വാക്കുകൾ നമുക്ക് കേൾക്കാം. താങ്ക് യു സർ. ഓക്കെ.